ज्ञानाञ्जनशलाकयान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഒരുപാട് കാലത്തെ കഠിനമായ പ്രയത്നത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നും നമ്മൾ ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും. അതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ദശാവതാര ക്ഷേത്രങ്ങൾ കാക്കൂരിൻ്റെ പൊൻകുന്ന് മലയുടെ താഴ്വാരങ്ങളിലായിട്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ശോഭിച്ചിരിക്കുകയാണ്. അനവധി വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ സംജാതമായ ഋഷീശ്വര പ്രതിഷ്ഠയാണ് ദശാവതാര ക്ഷേത്രങ്ങളിലെല്ലാം എന്ന് നമുക്കറിയാം. ഈ ദശാവതാര ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ ഈ ശോഭനമായ നാടിനെ കുറിച്ചും അതേപോലെ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇന്ന് കേരളത്തിൻ്റെ പുറത്തു നിന്ന് വരെ പല ദിക്കുകളിൽ നിന്നും ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നേരത്തെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലൊക്കെ അവർ സൂചിപ്പിച്ച പോലെ ഭഗവാന്റെ കൂർമാവതാര പ്രതിഷ്ഠയുള്ള കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇവിടുത്തെ ആമമംഗലം മഹാവിഷ്ണു ക്ഷേത്രം. ഇന്നത്തെ പ്രഭാഷണത്തിന്റെ വിഷയം ഇവിടെ നടക്കുന്ന നവീകരണ കലശം പുനഃപ്രതിഷ്ഠ എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ്. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ്. ഇവിടുത്തെ നോട്ടീസിലുള്ള ബ്രോഷറിലുള്ള ഓരോ ചടങ്ങുകളെ കുറിച്ച് വിശദീകരിച്ച് അതിൻ്റെ തത്വങ്ങളെല്ലാം പറയുമ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 3 മണി 4 മണി വരെ നമ്മൾ ഇരുന്നാലും അത് തീരില്ല. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ് നവീകരണമെന്നും അല്ലെങ്കിൽ നവീകരണ കലശം എന്തിനാണ്, പുനഃപ്രതിഷ്ഠയുടെ ചടങ്ങുകളുടെ പ്രാധാന്യം എന്താണ്, ഒപ്പം നമ്മുടെ ക്ഷേത്ര സംസ്കാരം എന്താണ്, സനാതന ധാർമ്മിക സംസ്കാരം എന്താണ് എന്നുള്ള ഒരു ചർച്ച മാത്രമാണ്. നമുക്കറിയാം, ക്ഷേത്രം എന്ന വാക്കിന്റെ പദത്തിന്റെ അർത്ഥം തന്നെ നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന സങ്കേതമാണ് ക്ഷേത്രം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രം, നാശത്തിൽ നിന്നും രക്ഷിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ സംസ്കൃത ഭാഷയ്ക്ക് ഒരു വാക്കിന് തന്നെ, ഒരു പദത്തിന് തന്നെ പല സന്ദർഭങ്ങളിൽ പല അർത്ഥങ്ങളായിട്ട് വരും. സാന്ദർഭികമായിട്ട് അർത്ഥം മാറാറുണ്ട് സംസ്കൃതത്തിന്. ഇപ്പം അതെന്താന്ന് ചോദിച്ചാല് ഇപ്പൊ സമീപ കാലഘട്ടങ്ങളിലൊക്കെ അതിലേക്ക് എത്തുമ്പോൾ പറയാം, ഈ സംസ്കൃതം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മളുടെ ഭാരതീയ സംസ്കാരത്തെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും എല്ലാം വളച്ചൊടിച്ച് അവനവന്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് എന്തോ ഒരു നിഗൂഢ ലക്ഷ്യം മുൻനിർത്തിയിട്ട് ഇത് മുഴുവൻ വളരെ തെറ്റാണ്, അല്ലെങ്കിൽ ഇത് വെറും കെട്ടുകഥയാണ് എന്ന് പറയുന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്.
ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ഹരി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ വിചാരിച്ചത്? ഹരൻ ശിവനാണ്. ഹരി ആരാണ്? ഹരി വിഷ്ണുവാണ്. എന്നാൽ ഹരി എന്നാൽ കുരങ്ങൻ എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഹരി എന്ന് പറഞ്ഞാൽ കുരങ്ങൻ എന്നൊരർത്ഥം അമരകോശം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുണ്ട്. അതേപോലെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. മ എന്നൊരക്ഷരം, വെറും മ എന്ന അക്ഷരം. ആ അക്ഷരം നമുക്ക് എവിടുന്ന പരിചയം? രാമായണത്തിന്റെ തുടക്കമാണ്. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ. അല്ലെ? ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലെ, അരുത് കാട്ടാള എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു വരുന്ന എന്താണ്? അരുത്, നിഷേധാത്മകമായിട്ടുള്ള ഒരർത്ഥമാണ് മാ എന്ന അക്ഷരത്തിന്. എന്നാൽ അമരകോശത്തിൽ പറയുന്നു മാ രമാ മംഗളദേവത. മാ എന്ന് പറഞ്ഞാൽ മംഗളദേവത എന്നൊരർത്ഥം വേറെയും കൂടി ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന സങ്കേതമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു. എന്നാൽ കൃഷിസ്ഥലത്തിനും സംസ്കൃതത്തിൽ എന്താ പറയാ? ക്ഷേത്രം എന്ന് തന്നെയാണ്. ഈ അർത്ഥം നോക്കുമ്പോൾ രണ്ടും ശരിയാണ്. നാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന സ്ഥലമല്ലേ കൃഷിസ്ഥലം. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് അത് നമ്മൾ അർത്ഥം ഉൾക്കൊള്ളേണ്ട ചില വിഷയങ്ങളുണ്ട്. അപ്പൊ എന്തായാലും അതിലേക്കൊക്കെ നമ്മൾ സംസാരിച്ച ആ ഭാഗത്തെത്തുമ്പോൾ വിശദമായിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് നവീകരണ കലശം പുനഃപ്രതിഷ്ഠ എന്നുള്ളതാണ്. നമ്മളെ സമീപ പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഉത്തരായണ കാലഘട്ടങ്ങളിലും നടക്കുന്ന, മകരമാസം മുതൽ നടക്കുന്ന ക്ഷേത്രങ്ങളിലെ എല്ലാ വർക്കുകളും പണികളെല്ലാം തീർന്ന് അവസാനം ചൈതന്യം വർദ്ധിക്കാനുള്ള താന്ത്രിക ക്രിയയാണ് നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും എന്നുള്ളത്. നവീകരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നവീകരിക്കുക, ഒന്ന് പുതുക്കുക എന്നുള്ള അർത്ഥമാണ്. നവീകരണം എന്ന് പറഞ്ഞാൽ അത് പുതുക്കി പണിയാന്നുള്ളതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നവീകരണം ഇവിടെ നമ്മൾ എന്താണ് പുതുക്കുന്നത്? വാസ്തുപരമായിട്ടുള്ള ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ടുള്ള ശ്രീകോവിലും അതേപോലെ ബിംബത്തിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതും, അതേ മണ്ഡപം, ചുറ്റമ്പലം, ബലിക്കൽപുര, വാതിൽമാടം തുടങ്ങിയ സ്ഥലങ്ങള് ക്ഷേത്ര സമുച്ചയത്തിന്റെ ഒരു നവീകരണം അവിടെ നടക്കുന്നുണ്ട്. അത് ആ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട, വാസ്തുശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആളുകളുടെ കണക്ക്, ആ വാസ്തുശാസ്ത്ര പ്രകാരം കൃത്യമായിട്ട് കണക്കനുസരിച്ച് അതൊക്കെ നമ്മൾ നവീകരിക്കുന്നു. പിന്നെയോ നമ്മൾ ഈ നവീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഭംഗിയാക്കുന്നുണ്ട്. എന്തൊക്കെയാ? പെയിന്റ് അടിക്കുന്നുണ്ട് അല്ലെ? ഓടൊക്കെ നല്ല വളരെ ഭംഗിയായിട്ട് പെയിന്റ് അടിക്കുന്നു, വൃത്തിയാക്കുന്നു, അടിച്ചു വാരുന്നു, ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഇവിടെ ക്ഷേത്രത്തിലുള്ള ചൈതന്യം, ഈ ചൈതന്യത്തെയും നവീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു നവീകരണം, ക്ഷേത്രത്തിലെ നവീകരണം പൂർണ്ണമാവണമെങ്കിൽ നമ്മളെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കും? ഈ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങള് വീണ്ടും ആ കണക്ക് പ്രകാരം ഉണ്ടാക്കി അത് ഭംഗിയാക്കുക. അത് മാത്രം പോരാ, ഈ ചൈതന്യം ഭക്തരിലേക്ക്, ഗ്രാമത്തിലേക്ക്, പ്രാർത്ഥിക്കുന്ന ഭക്തരിലേക്ക് ഇതിന്റെ ഗുണം കിട്ടണമെങ്കിൽ പൗരാണികമായിട്ട് നമ്മളെ ഋഷീശ്വരന്മാരായ തപസ്സുകളായ പണ്ഡിതന്മാർ, ഋഷിമാർ പറഞ്ഞു വെച്ചതായിരിക്കുന്ന, നമുക്ക് ഇവിടെ എഴുതി വെച്ചതായിരിക്കുന്ന ഗ്രന്ഥത്തിൽ, ഏത് ഗ്രന്ഥത്തിൽ? ആഗമാദി ശാസ്ത്രങ്ങളായിരിക്കുന്ന വിവിധ ഗ്രന്ഥങ്ങളിൽ, തന്ത്ര സമുച്ചയം പോലത്തെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ അതുപ്രകാരമുള്ള ക്രിയകളാണ് നവീകരണ കലശവും പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇവിടെ ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി, ഒരു ക്ഷേത്രം നന്നായാൽ ആ ഗ്രാമം മൊത്തം നന്നായി. ഒരു ക്ഷേത്രം ഉയർന്ന് വളരെ ഉണർന്ന് അവിടുത്തെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് അവിടെ ഒന്ന് ഗംഭീരമായി കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെടുന്നത് ആ ക്ഷേത്രത്തിന്റെ പേരിലായിരിക്കും ആ പ്രദേശം അറിയപ്പെടുന്നത്. പണ്ടൊക്കെ നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക്, ഒരു 20 വർഷം മുമ്പ് കോഴിക്കോട് ടൗണിൽ നിന്നും ബാലുശ്ശേരിക്ക്, നരിക്കുനിക്കൊക്കെ ഉള്ള ബസ് പുറപ്പെടുന്ന സമയത്ത് സാധാരണ കാക്കൂരി, നന്മണ്ട, ബാലുശ്ശേരി അല്ലെങ്കിൽ നരിക്കുനി അങ്ങനെ ആ ബോർഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏകദേശം പല ക്ഷേത്രങ്ങളും അറിയപ്പെടാൻ തുടങ്ങിയ സമയത്ത് ഉത്സവം നടക്കുമ്പോൾ വേങ്ങേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വഴി അവിടെ പ്രത്യേക ഒരു ബോർഡ് കാണും. അവിടെ ഈ ക്ഷേത്രം നന്നായി കഴിഞ്ഞാൽ എന്താണ്? ആ സമീപ പ്രദേശത്തുള്ള മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങും. ഒരുപാട് ഗുണങ്ങൾ ആ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ ഇന്നലെ ശരിക്കും ഈ നവീകരണ കലശം എന്ന് പറഞ്ഞാൽ ഒരു തപസ്സാണ്. ആരുടെ തപസ്? നമ്മളുടെ എല്ലാവരുടെയും തപസ്സാണ്. നമ്മളെ
ഉപാസനയാണ് ഒരു നവീകരണം നടത്താൻ സാധിക്കുക എന്നുള്ളത്. ഈ ക്ഷേത്രത്തില് ഏത് കാലഘട്ടത്തിലാണ് നവീകരണം നടന്നത് എന്നുള്ളത് നമ്മൾക്ക് ആർക്കും ഓർമ്മയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു ക്ഷേത്ര സമുച്ചയം ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ വളരെ പണ്ട് കാലം മുതലേ നമുക്കറിയാം. ശ്രീകോവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കിണർ, മണിക്കിണർ മാത്രമേ ഉള്ളൂ. ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാം. ഇന്നലെ മുതൽ ഇവിടെ നടക്കുന്ന മെയ് 3 വരെ നടക്കുന്ന ക്രിയകൾ, ഇതേ ക്രിയകള്, ഇതുപോലത്തെ താന്ത്രിക ക്രിയകൾ നടത്തിയിട്ടാണ്, നമ്മൾക്ക് ഓർമ്മയില്ലെങ്കിലും ഉണ്ടെങ്കിലും ശരി, നമുക്ക് അറിവില്ലാത്ത സത്യമാണ്, വളരെ പൂർവികമായിട്ട് ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവുക. ആ കാര്യങ്ങളാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ എന്നുള്ള ചടങ്ങുകളിലൂടെ നമ്മൾ നടത്താൻ പോകുന്നത്. പണ്ഡിതന്മാർ പറയും, ധാരാളം യാഗം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്, അത്രയും കഠിനാധ്വാനാണ്. ആയിരക്കണക്കിന് യാഗങ്ങൾ നടത്തുന്നതിനേക്കാൾ പുണ്യമാണ് ഒരു തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ നവീകരണ കലശം പുനഃപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എത്രയോ വലുതാണ്. അപ്പൊ എന്തിനാണ് ഈ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്? നമ്മുടെ നാട്ടില് ക്ഷേത്രങ്ങൾ മാത്രമാണോ ഉള്ളത്? ക്ഷേത്രങ്ങളുണ്ട്, കാവുകളുണ്ട്, അല്ലെ? നമ്മളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് കുടുംബ ക്ഷേത്രമോ അല്ലെങ്കിൽ ചെറിയൊരു മണ്ഡപമോ, അതും അല്ലെങ്കിൽ നമ്മൾ പൂർവികന്മാര്, നമ്മളുടേതായ കുടുംബത്തിൽപ്പെട്ട പൂർവികന്മാര് ഉപാസിച്ച് പ്രതിഷ്ഠിച്ച ചില ഗുളികന്റെ തറയോ അല്ലെങ്കിൽ പ്ലാവിന്റെ ചുവട്ടിൽ ഗുളികന്റെ ഒരു സങ്കല്പമോ, കുട്ടിച്ചാത്തനോ, ഭൈരവനോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഭദ്രകാളിയോ, ഏതെങ്കിലും തരത്തിൽ ഒരു കുടുംബ ദേവൻ എന്നുള്ള രീതിയിലുണ്ട്. ഇതെല്ലാം ഒന്നാണെങ്കിൽ പോലും ഇതിലൊക്കെ ലക്ഷ്യം എന്താണ്? ലോകത്തിന്റെ മംഗളമാണ്. കൽപ്പാന്ത കാലത്തോളം ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ലോകത്തിന് നന്മ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഓരോ ക്ഷേത്രങ്ങളും ആചാര്യന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് ഒരുപാട് കാലം മാറുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ പല രീതികൾ, നമ്മുടെ കേരളത്തിലുള്ള അല്ലെ ഭാരതത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നശിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, വൈദേശിക അക്രമങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അടിച്ച് തകർത്തിട്ടുണ്ട് ക്ഷേത്രങ്ങൾ ധാരാളം, പല ആളുകളും, അല്ലേ? അവിടെ നിന്നൊക്കെ അതൊക്കെ അതിജീവിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ പുനരുദ്ധരിച്ച് കൊണ്ടുവരികയാണ്. നമ്മളെ പൂർവികന്മാരൊന്നും ക്ഷേത്രങ്ങളും ഇതുപോലത്തെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേവലം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല, ആണോ? കൽപ്പാന്ത കാലത്തോളം, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഭക്തന്മാർക്ക് അനുഗ്രഹ കല ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ കുടികൊള്ളണം എന്നാണ് ഒരു ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിലെ വിഗ്രഹം, ആ ചൈതന്യം പ്രതിഷ്ഠിക്കുമ്പോൾ ആചാര്യൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. ലോകാനുഗ്രഹ ഹേത്വർത്ഥം സ്ഥിരീഭവ സുഖായ എന്ന് തുടങ്ങിയൊരു പ്രാർത്ഥന ഉണ്ട്. ഈ പ്രതിഷ്ഠാ സമയത്ത് തന്ത്രി അവിടെ പ്രാർത്ഥിച്ചു ചെല്ലുന്നത് എന്നെ അനുഗ്രഹിക്കണം എന്ന് വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടല്ല? ലോകത്തെ മുഴുവൻ, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകതയും അതാണ്. നമ്മൾക്ക് മാത്രം സുഖം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാറില്ല. നമ്മളെ വിശ്വാസം മാത്രം, അല്ലെ നമ്മൾ വിശ്വസിക്കുന്ന രീതികളിൽ മാത്രം ഉള്ള ആളുകൾക്ക് സുഖം ഉണ്ടാവട്ടെ, മറ്റതൊക്കെ പാപമാണ്, മറ്റവരൊക്കെ നരകത്തിൽ പോകും എന്ന് പറയുന്ന സങ്കല്പം സനാതന ധർമ്മത്തിനില്ല. എന്താ സനാതന ധർമ്മത്തിന്റെ സങ്കല്പം? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്കും സുഖം ഉണ്ടാവട്ടെ എന്നാണ്. എനിക്കും എൻ്റെ കുട്ടികൾക്കും സുഖം ഉണ്ടാവട്ടെ എന്നല്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഇതാണ് നമ്മുടെ സങ്കല്പം. അപ്പം നമ്മളെ വിഷയത്തിലേക്ക് തന്നെ വരാം. ഈ ഒരു മഹത്തായ സങ്കല്പത്തിലാണ് നമ്മൾ ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെടുന്നത്, ആ ക്ഷേത്രം പരിപാലിക്കുന്നത്. ഇനി വേണ്ട കാര്യങ്ങൾ, ഇന്നലെ ഇവിടെ നടന്ന കാര്യം നമ്മള് ഈ ബ്രോഷറിലുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ നിങ്ങൾ വായിച്ചിട്ട് അതേപോലെ 24 മണിക്കൂർ അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ, അതിനെ കുറിച്ചുള്ളൊരു കാര്യം പറയാം. ആദ്യമായിട്ട് നവീകരണ കലശം, നമ്മൾ ഈ അമ്പലത്തിന്റെ ജീർണോദ്ധാരണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നവീകരണം നമ്മൾ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. നിശ്ചയിക്കണമെങ്കിൽ ദേവന്റെ മുന്നിൽ വെച്ച് ദേവന്റെ ഈ സമയം ആയോ എന്ന് ജ്യോതിഷപ്രകാരം രാശി വെക്കുകയും ആ രാശിയിൽ കൃത്യമായിട്ടൊരു മുഹൂർത്തം 1 വർഷം മുമ്പൊക്കെ നമ്മൾ കണ്ടെത്തി ആ മുഹൂർത്ത സമയത്തേക്ക് പ്രതിഷ്ഠ നടത്തുവാനുള്ള പ്രയത്നമാണ് പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് നമ്മൾക്ക് എല്ലാവർക്കും പങ്കുണ്ട്.
ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് കടക്കണം. ഒരു ക്ഷേത്രം അഭിവൃദ്ധി ആവണമെങ്കിൽ ആ ക്ഷേത്രത്തിൽ 5 കാര്യങ്ങൾ നടക്കണം എന്നാണ്. അതും കൂടി പറഞ്ഞിട്ട് ആ പ്രവൃത്തിയിലേക്ക് പോവാം. ഒരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി, എങ്ങനെയാണ് ഒരു ക്ഷേത്രം അഭിവൃദ്ധി ഉണ്ടാവുക? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആചാര്യ തപസാം നായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചധ. ഇതാണ് പ്രമാണം. അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ 5 തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കണം. ഏതൊക്കെയാ? ആചാര്യ തപസ്, ആചാര്യന്റെ തപസ്. ആചാര്യന്റെ തപസ് നിർബന്ധ, അല്ലാതെ തപസ്സുകളായ ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആചാര്യ തപസാംനായ ജപേന നിയമേനച്ച, നാമം ജപം നിത്യം ക്ഷേത്രത്തിൽ എന്താ വേണ്ടത്? ആചാര്യന്റെ തപസ് കഴിഞ്ഞാൽ നാമം ജപം, വേദമന്ത്രങ്ങള്, ഉച്ചാരണങ്ങള്, ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. പിന്നെയോ ഉത്സവേന, ഉത്സവം. എന്താ വേണ്ടത്? ഉത്സവം. ഉത്സവല്ല കേട്ടോ, അല്ല ഉത്സവം. ഈ ഉത്സവം എന്ന് പറഞ്ഞ ചടങ്ങ് ക്ഷേത്രങ്ങളിൽ നടക്കണം. എന്താ ഉത്സവം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ സംസ്കൃതത്തില്? ഉത്സവം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് പ്രവഹിക്കുന്നത് എന്നർത്ഥം. ആ ദേവചൈതന്യം. അങ്ങനെ ഉത്സവങ്ങൾ അവിടെ നടക്കണം. പിന്നെന്താ വേണ്ടത്? അന്നദാനം. ആചാര്യന്റെ തപസ്, വേദജപങ്ങള്, നാമജപങ്ങള്, ഉത്സവങ്ങള്, അന്നദാനങ്ങള് തുടങ്ങിയ കാര്യങ്ങള് ഭംഗിയായിട്ട് നടക്കുമ്പോഴേ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പം ഈ ആചാര്യവരണം എന്ന് പറഞ്ഞ ചടങ്ങാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ ഇവിടെ നടത്തിയത്. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം, ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കണമെങ്കിൽ വളരെ പൂർവികമായ കാലം മുതൽ തന്നെ താന്ത്രിക പാരമ്പര്യമുള്ള കുടുംബത്തിലേക്കാണ് ഈ കാര്യങ്ങള് വളരെ പൂർവിക കാലഘട്ടത്തിൽ ക്ഷേത്രം ഉണ്ടാക്കിയതിനു ശേഷം ഒന്നുകിൽ ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരോ അല്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടാക്കണം എന്ന് തോന്നുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഊരാളന്മാര്, ക്ഷേത്രേശന്മാരെന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ ഏൽപ്പിക്കും. ഏതെങ്കിലും ആളെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഒരു പാരമ്പര്യമുള്ള ആളുകളെ, പാരമ്പര്യമുള്ള ആ കുടുംബത്തിലേക്കാണ് ഇത് ഏൽപ്പിക്കുക. എങ്ങനെയാ പാരമ്പര്യം? എങ്ങനെയാ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പരമ്പരയായിട്ട് ഇത് ഉപാസിച്ചു വരണം. അല്ലാതെ അച്ഛൻ ആനപ്പുറത്ത് കയറുന്നുണ്ട് എന്ന് കരുതിയിട്ട് മകൻ ഉണ്ടായിക്കോളണമെന്നില്ല. എന്താണ് ആ പാരമ്പര്യം? അങ്ങനെ കിട്ടിയ പാരമ്പര്യം പോരാ. പഠിക്കണം, പഠിച്ച് ഉപാസന ചെയ്യണം. ആ പരമ്പരയിൽ ജനിക്കുകയും കൂടി വേണം. കാരണം എന്താ? ആ പൂർവികന്മാരായിട്ടുള്ള ഇതാണ് നമ്മളെ തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നത്. ആ പരമ്പരയിൽ ജനിച്ചാലും പോരെ, എന്തു വേണം? നമ്മൾ അത് അനുഷ്ഠാനത്തിൽ, ജീവിതത്തിൽ അത് അനുഷ്ഠിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പാരമ്പര്യത്തിൽപ്പെട്ട ആ തന്ത്രി കുടുംബത്തിലെ ഒരാളാണ് ഈ പ്രതിഷ്ഠയുടെ ക്രിയ ചെയ്യുക. ഇവിടെ ഈ ക്ഷേത്രത്തിൽ തന്നെ നവീകരണം വേണം എന്ന് നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ താന്ത്രിക പാരമ്പര്യമുള്ള കുടുംബത്തിൽ ആരാണ് ആമമംഗലം ക്ഷേത്രത്തിലെ നവീകരണത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ചെയ്യുക എന്നുള്ള ആ താന്ത്രിക പാരമ്പര്യത്തിലുള്ള ആളുകൾ ചിന്തിക്കും. കാരണം ഇന്നലെ നമ്മളെ ക്രിയ തുടങ്ങുക, തലേ ദിവസം അല്ലെ തൽക്കാലം ഇന്നയാള് ചെയ്തോളൂന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഈ പ്രതിഷ്ഠ ആരാണോ ചെയ്യുന്നത് അവർക്ക് തയ്യാറാവേണ്ടതുണ്ട്. അവര് ജീവിതത്തിൽ ഒരു ചിട്ടയായ നോൻപെടുത്ത് വ്രതങ്ങൾ അനുഷ്ഠിച്ച് അതിനുവേണ്ടി നിത്യജീവിതത്തിൽ സന്ധ്യാവന്തനങ്ങളുടെ സമയമല്ലാതെ അതിന്റെ ദൈർഘ്യം കൂട്ടുകയും ഉപാസനയുടെ സമയം കൂട്ടുകയും ഗായത്രി ജപം എല്ലാ ദിവസവും സഹസ്രാവൃത്തി എന്ന് പറയും, 1008 ഗായത്രി 41 ദിവസം മസ്റ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് ഗായത്രി ജപം, അങ്ങനെ കുറച്ച് ചിട്ടകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ഇത് ഭംഗിയായിട്ട് നടക്കുള്ളൂ. അപ്പൊ ആ ഭഗവാന്റെ, ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടും തൻ്റെ കുടുംബ ദേവന്മാരുടെയും പൂർവികരുടെയും അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടും കുറച്ച് കഷ്ടപ്പെട്ട് വളരെ ഉപാസന ചെയ്തിട്ട് വേണം ഇതിനു വേണ്ടി തയ്യാറാവുക. അപ്പൊ നിങ്ങൾ ഇന്നലെ മണ്ഡപത്തിൽ ആചാര്യവരണം എന്ന് പറഞ്ഞൊരു ക്രിയ കണ്ടിട്ടുണ്ടാവും. അതാണ് ആദ്യത്തെ ചടങ്ങ്. സാധനങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി ഒക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. ആചാര്യവരണം, ആചാര്യ തപസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണം എന്താ? ഒന്ന്, ആചാര്യ തപസാം നായ. അതിന്റെ പ്രധാനപ്പെട്ടതാണ് ആചാര്യന്റെ തപസ്. ഈ ആചാര്യൻ തപസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ വേണം എന്ത് ചെയ്യാ? തയ്യാറായ ആള് വേണം ഈ പ്രതിഷ്ഠയ്ക്ക് ഇതിന്റെ നേതൃത്വം നൽകാനും ആ കാര്യങ്ങൾ ചെയ്യാനും. അങ്ങനെ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ എന്ത് വേണം?
ഇവിടെ രാശി വെക്കുന്ന സമയത്ത് ആ താന്ത്രിക പാരമ്പര്യത്തിലുള്ള ആളുടെ നക്ഷത്രവും ഇവിടുത്തെ പ്രതിഷ്ഠാ നാളൊക്കെ നോക്കി അതിന്റെ അഷ്ടമരാശി കൂറ് വരാത്ത രീതിയിലുള്ള കുറെ ഘടകങ്ങളുണ്ട് അതിൽ. അതെല്ലാം ഉൾപ്പെട്ട ഒരാളെ വേണം തയ്യാറാക്കാൻ. അപ്പൊ അതിനൊക്കെ തയ്യാറായി ആചാര്യവർണ്ണം നമ്മൾ ഇന്നലെ നടത്തി. ആചാര്യവർണ്ണം നടത്തുമ്പോ എല്ലാവരും കൂടി തൊഴുതി ചെല്ലിയിട്ടുണ്ട്. എന്താ ചെല്ലിയത്? മയാ സംഭൂജിതൈരത്ര ദക്ഷിണാഭിശ്ചതോഷിതൈഹി ക്രിയതാം വിഷ്ണുയാഗോ മേ പ്രാർത്ഥയാമി പ്രസീദത. ഇവിടെ ഊരാളൻ അല്ലെങ്കിൽ ഊരാളന്റെ സ്ഥാനത്ത് ഇപ്പം ക്ഷേത്രം നടത്തുന്നത് കമ്മിറ്റിക്കാരാണ്. എല്ലാവരും കൂടി, നാട്ടുകാരെല്ലാവരും കൂടി ആചാര്യനോട് പറയാണ്. എന്താ പറയുന്നത്? മയാ സംഭൂജിതൈരത്ര, ഞങ്ങളിവിടെ തരികയാണ്, ഈ ദ്രവ്യങ്ങളൊക്കെ തരികയാണ്. ഇവിടെ വസ്ത്രം, ദ്രവ്യം, സ്വർണത്തിന്റെ പവിത്രമോതിരം തുടങ്ങിയ ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ തരുന്ന ഈ ദക്ഷിണ സ്വീകരിച്ചിട്ട് ഇവിടെ നടക്കുന്ന വിഷ്ണുയാഗം ക്രിയതാം വിഷ്ണുയാഗോമേ. എന്താ? വിഷ്ണു യാഗമാണ്. കൈ നവീകരണം എന്ന് പറഞ്ഞ ഒരു യാഗ സമാനമാണെന്നാണ്. ഈ യാഗം വളരെ ഭംഗിയാക്കി ഞങ്ങൾക്ക് നടത്തിച്ചു തരണമെന്ന് നമ്മൾ ദേവന്റെ മുന്നിൽ നമ്മളുടെ പൂർവികന്മാരെയും ഇവിടുത്തെ ദേവീദേവന്മാരെയും സാക്ഷി നിർത്തിയിട്ട് തന്ത്രിയെ ഏൽപ്പിക്കുന്ന ചടങ്ങായിരുന്നു ഇന്നലെ. പിന്നെ തന്ത്രിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ, ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനെ ആചാര്യവരണം ചെയ്തു. ഇന്നലെ തുടങ്ങി. ഇന്നലെ ക്ഷേത്രത്തില് ഈ നോട്ടീസിലൊക്കെ ഉള്ളതുപോലെ തന്നെ പ്രാസാദ ശുദ്ധി, അസ്ത്രകലശം, അതിനു മുന്നേ ആചാര്യവരണം കഴിഞ്ഞ ശേഷം ഒരു മുളയിടൽ എന്നൊരു ചടങ്ങുണ്ട്. മുളയിടൽ, നവധാന്യങ്ങളൊക്കെ വിതച്ച് ഓരോ ദേവന്മാർക്കും ഓരോ തരത്തിലാണ് നവധാന്യങ്ങൾ. ക്ഷേത്രത്തിൽ ഈശാന കോണിലുള്ള കിണറിന്റെ അടുത്തൊരു റൂമുണ്ട്. അത് തിടപ്പള്ളിയല്ല, മുളയറ എന്നാണ് പറയാ. അവിടെയാണ് പ്രത്യേകം തയ്യാറാക്കിയ 16 പാലികകളിൽ അവിടെ ഒരു കൃഷിഭൂമി പോലെ ആക്കിയിട്ട് അവിടെ എന്ത് ചെയ്യാണ്? നവധാന്യങ്ങൾ മണ്ണിലാണ് അവിടെ വിതയ്ക്കുന്നത്. ആ വിതയ്ക്കാൻ വേണ്ടിയിട്ട് മണ്ണും ചാണകവും ഒക്കെ തയ്യാറാക്കി വളക്കൂറുള്ള മണ്ണാക്കി അവിടെയാണ് നമ്മൾ പൂജ കഴിച്ചിട്ട് വിഷ്ണുവിനെയും സോമനെയും ആവാഹിച്ചിട്ട് അവിടെ മുളദ്രവ്യങ്ങളെ കൊണ്ട് അവിടെ മുളയിടുകയാണ്. അതിന് പിന്നെ എല്ലാ ദിവസവും ത്രികാല പൂജയായിട്ട് പൂജ. എന്താണ്? അഭിവൃദ്ധിയാണ് നമുക്ക് വേണ്ടത്. ഈ മുളയിടൽ എപ്പോഴാ? ആദ്യം തന്നെ ക്ഷേത്രം ഇപ്പോഴുള്ള സ്ഥിതിയിലല്ല, ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ഷേത്രം ഉണ്ടാക്കേണ്ട സ്ഥലത്ത് നേരത്തെ നമ്മളെ കേണൽ അദ്ദേഹം പറഞ്ഞു, അവിടെ ആദ്യം തന്നെ അവിടെ ഒരു ഷടാധാരം അടിയിൽ നിധികുംഭം എന്നൊക്കെ പറഞ്ഞില്ലേ, ശ്രീകോവിലിന്റെ അടിയിൽ കുഴിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അത് പോരുന്നത്. ആ സ്ഥലം ക്ഷേത്രത്തിന് അനുയോജ്യമായ സ്ഥലമാണോ എന്ന് നോക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ ചില ക്രിയകൾ ചെയ്തിട്ട്, താന്ത്രിക ക്രിയകൾ ചെയ്തിട്ട് നവധാന്യങ്ങൾ വിതയ്ക്കണം. ആ നവധാന്യങ്ങൾ വിതച്ച് ആ നവധാന്യങ്ങൾ നല്ല രീതിയിൽ മുളയ്ക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശാസ്ത്രീയമായിട്ട്, വിശ്വാസപരമായിട്ട് മാത്രമല്ല. നമ്മളിപ്പോ നല്ല വളമുള്ള സ്ഥലത്തല്ലേ, നല്ല വളക്കൂറുള്ള സ്ഥലത്തല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ നവധാന്യങ്ങൾ മുളച്ചതിന് ശേഷം പശുവിനെ കൊണ്ട് അത് ഭക്ഷിപ്പിക്കണം. പശു അത് കഴിക്കുന്നു. ആ സ്ഥലത്താണ്, അനുയോജ്യമായ സ്ഥലത്താണ് ക്ഷേത്രം ഉണ്ടാക്കാനുള്ള നിമിത്തം എന്നാണ് പറയുന്നത് തന്ത്രശാസ്ത്രത്തിലൊക്കെ. അങ്ങനെയാണ് വളരെ പൂർവികമായിട്ട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള സ്ഥലമാണ് ഇതും. അപ്പൊ ഇതിന്റെ ഈ നവീകരണ തുടക്കം എന്താണ്? ഇതേപോലെ ഇന്നലെ ആചാര്യവരണം കഴിഞ്ഞ് ഈ പ്രാസാദ ശുദ്ധിക്ക് മുന്നേ മുളയിടൽ എന്ന് പറഞ്ഞ ചടങ്ങ്. ഈ മുളയിടൽ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതേപോലത്തെ മുളയിടലും ചടങ്ങൊക്കെ ഉണ്ട്. ഇതിന്റെ ലക്ഷ്യം, ഒരു തത്വമുണ്ട് ഇതിനൊക്കെ നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്ന കുറെ പൂജകൾ ഉണ്ടെങ്കിലും ഓരോ പൂജകൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ മുളയിടുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ മുളപ്പിക്കുന്ന ദ്രവ്യം എന്തിനാണ്? ഈ പൂജ കഴിഞ്ഞിട്ട് പ്രതിഷ്ഠയുടെ തലേ ദിവസം അന്ന് സംഹാരത്വം എന്ന് പറഞ്ഞ ക്രിയ കഴിഞ്ഞിട്ട് ഭഗവാന്റെ ചൈതന്യം ജീവകലശം എന്നാ പറയാ. ജീവകലശം, ആ ജീവകലശത്തിലേക്ക്, കലശപാനിയിലേക്ക് അവിടെ ആവാഹിച്ചിട്ട് ഈ ജീവചൈതന്യമുള്ള കലശം അവിടെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ശയ്യാ മണ്ഡപമൊക്കെ ഉണ്ടാക്കി ആ ജീവകലശത്തിന്റെ ചുറ്റുമാണ് ഈ എന്ത് ചെയ്യുക? നമ്മളിവിടെ മുളപ്പിച്ച നവധാന്യങ്ങളുള്ള മുളമ്പാലികകൾ വെച്ച് അലങ്കരിക്കുക. അതിന് വേണ്ടിയിട്ടാണിത്. ഇതിന്റെ മറ്റൊരു താത്വികമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളെ പ്രദേശത്ത് കൃഷിഭൂമി, കാർഷിക കാര്യങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാവുക എന്നുള്ളൊരു സങ്കല്പം കൂടി ഈ മുളയിടൽ എന്ന ചടങ്ങിനുണ്ട് എന്നർത്ഥം. അങ്ങനെ മുളയിടൽ ഇന്നലെ കഴിഞ്ഞു. മുളയിടലും അതേപോലെ ക്ഷേത്രത്തിന്റെ ശുദ്ധിക്രിയകളാണ് ഒന്നാമത്തെ ദിവസം ക്ഷേത്രത്തിൽ നടന്നുണ്ടാവുക. ക്ഷേത്രത്തിന്റെ ശുദ്ധിക്രിയ, സ്ഥലത്തിന്റെ, ബിംബത്തിന്റെ അല്ല, പ്രാസാദ ശുദ്ധി. പ്രാസാദം എന്ന് പറഞ്ഞാൽ ശ്രീകോവിൽ. പ്രാസാദ ശുദ്ധി, അസ്ത്രകലശം, പിന്നെ രാക്ഷോഗ്ന ഹോമം, വാസ്തുകലശം, വാസ്തുഹോമം, വാസ്തുബലി,
വാസ്തു കലശാഭിഷേകം, വാസ്തു പുണ്യാഹം തുടങ്ങിയ ചടങ്ങുകളാണ് ആദ്യത്തെ ദിവസം നടന്നത്. ഒക്കെ വാസ്തു നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ സ്ഥലം ശുദ്ധാവാനുള്ള ക്രിയകളാണ്. സ്ഥലം ശുദ്ധാവാൻ ഞാൻ വീണ്ടും പറയുന്നു, ഇത് താന്ത്രിക മന്ത്രപരമായിട്ടുള്ള ചടങ്ങുകളാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ അടിച്ചുവാരി തുടച്ച് വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റ് അടിച്ച ഭംഗിയായി. പക്ഷേ നമ്മള് എന്താണ്, ഈ ചൈതന്യത്തെ പൂർണ്ണമാക്കാനുള്ള ക്രിയകളാണ് താന്ത്രികപരമായിട്ട് ഈ ദിവസങ്ങളിൽ നടത്തുന്നത്. അതാണ് ഇന്നലത്തെ ക്രിയകൾ. ഇന്ന് നടക്കുന്ന ക്രിയകൾ രണ്ടാം ദിവസം നടക്കുന്നത് രാവിലെ ഗണപതി ഹോമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, നേരത്തെ പറഞ്ഞ പോലെ ഈ ആചാര്യഭരണത്തിന് മുന്നേ മണ്ഡപത്തിൽ ഒരു പൂജ ഉണ്ട്. അത് നേരത്തെ ഒന്ന് വിട്ടുപോയി. ആ ഗണപതിക്കാണ് പൂജ കഴിക്കുക. ആർക്കാണ്? ഇപ്പൊ വിഷ്ണുവിന്റെ അമ്പലമാണെങ്കിലും ഭദ്രകാളിന്റെ ആണെങ്കിലും നരസിംഹ ആണെങ്കിലും ആരാണെങ്കിലും ഏത് ദേവനാണെങ്കിലും ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുകയാണെങ്കിലും നവീകരണം തുടങ്ങുകയാണെങ്കിലും എന്ത് തുടങ്ങുകയാണെങ്കിലും ആദ്യം നമ്മള് ഗണപതിയാണ് നമ്മൾ അവിടെ പൂജിക്കുന്നത്. എന്തിനാ ഗണപതിയെ പൂജിക്കുന്നത്? കവികളൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു മംഗളാചരണം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ തിറയുടെ ഒരു കാലാണ്, ഏകദേശം അവസാനിക്കണേ, തെയ്യം തീരമൊക്കെ നടക്കുന്ന കാലം. ഈ തിറ കെട്ടുന്ന ആളുകള് അവരുടെ ഒരു അണിയറ ഉണ്ടാവും. അണിയറ അതിനുള്ളതാണ് വേഷം വരയ്ക്കുകയും കെട്ടുകയൊക്കെ ചെയ്യാം. അണിയറയിൽ ആദ്യം അവർ വന്നാൽ എന്താ ചെയ്യുക? ഒരു പ്രത്യേക മൂലയിൽ ഒരു വിളക്ക് വെക്കും, തിരിവെക്കും, അവിടെ കുറച്ച് ശർക്കരയോ എന്തെങ്കിലും അവരും അതിലൊക്കെ വെച്ചിട്ട് ഗണപതിക്ക് ഒരു സങ്കല്പിച്ച് വെക്കും. ഗണപതിയെ സ്തുതിക്കാതെ നമ്മൾക്ക് എന്തില്ല, ഒരു പരിപാടിയില്ല. നമ്മളെ പിറന്നാളിന് നമ്മൾ ഊണ് കഴിക്കുന്നതിന് മുന്നേ ആർക്ക് വെക്കും? സങ്കല്പിച്ച് വെക്കാറുണ്ട്, ഗണപതിക്ക് വെക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അതേപോലെ ഈ ഗണപതിയെ സ്തുതിച്ചിട്ടാണ് ആദ്യത്തെ ചടങ്ങ്. ആ ഗണപതിയെ ഉപാസിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഗണപതിയെ ഉപാസിക്കുന്നത് നിർവിഘ്നമായിട്ട് പരിസമാപ്തിയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തുടങ്ങുന്ന കാര്യം നിർവിഘ്നമായിട്ട് പരിസമാപ്തിയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ സങ്കല്പങ്ങളുണ്ട്. അപ്പൊ ആ ഗണപതി പൂജയോടുകൂടിയാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഇന്നലെ തുടങ്ങിയ ക്രിയകൾ ഇന്ന് ഈ ബിംബശുദ്ധി ക്രിയകൾ, രണ്ടാം ദിവസത്തെ ക്രിയകൾ നോക്കിയാൽ അറിയാം. ബിംബശുദ്ധി ക്രിയകൾ, ആ ക്രിയകളൊക്കെ കഴിഞ്ഞാൽ ബിംബത്തിലുള്ള ദോഷങ്ങൾ തീർക്കുന്ന ക്രിയകളാണ് ഇന്ന്. ബിംബത്തിലുള്ള ദോഷങ്ങൾ ഇപ്പൊ ചതശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം തുടങ്ങിയ കലശപൂജകൾ ഓരോന്ന് പൂജിച്ച് ഭഗവാൻ അഭിഷേകം കഴിച്ച് 7 കലശപൂജകളാണ്. ആ പൂജകൾ കഴിഞ്ഞിട്ട് ഇന്ന് നോട്ടീസിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ പ്രായശ്ചിത്ത ഹോമം, അദ്ഭുത ശാന്തി ഹോമം, ശാന്തി ഹോമം, ശാന്തി ഹോമം, പിന്നെ പ്രായശ്ചിത്ത ഹോമം തുടങ്ങിയ ഹോമങ്ങൾ, പിന്നെ ചോരശാന്തി ഹോമം, ഇത്രയും ഹോമങ്ങളാണ് ഇന്ന് ഇവിടെ. അവിടെ നിരങ്ങനെ കഴിച്ച കാണാം. രാവിലെ ഉള്ളിലേക്ക് കയറിയാൽ കാണാം ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഹോമങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഈ ഹോമങ്ങൾ കഴിക്കുമ്പോൾ സാധാരണ ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം കഴിക്കുന്ന പോലെയല്ല ഈ ഹോമങ്ങൾ. ഇതിന്റെ ക്രിയകൾ വ്യത്യാസമുണ്ട്. അഗ്നിജനനം, ഈ അനൗൺസ്മെന്റിലൊക്കെ അങ്ങനെ കേട്ടില്ലേ? കുണ്ഠത്തിൽ അഗ്നിജനനം, വെറുതെ തീപ്പെട്ടിക്കൊള്ളി ഉറച്ചിട്ട് തീയിടുക എന്നുള്ള സങ്കല്പത്തിലല്ല. അവിടെ ഷോഡശ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് അഗ്നിജനനം കഴിഞ്ഞിട്ട് അവിടെ ഗർഭാധാനം, സീമന്തം, പുംസവനം തുടങ്ങിയ ക്രിയകൾ, ഉപനയനം വരെയുള്ള ക്രിയകളാണ് മഹാവിഷ്ണു എന്ന് പറയുന്ന ഭഗവാന്റെ അഗ്നിജനനത്തിന് വേണ്ടത്. ഈ ക്രിയകൾ ചെയ്ത് വളരെ ചൈതന്യവത്തായ അഗ്നിയെ അവിടെ സൃഷ്ടിച്ചതിന് ശേഷം അതിലേക്കാണ് ഓരോ ഹോമങ്ങളിൽ പറഞ്ഞ മന്ത്രങ്ങൾ, ഓരോ ഹോമങ്ങളിൽ പറഞ്ഞ മന്ത്രങ്ങൾ, ദ്രവ്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ ഓരോ ഹോമങ്ങൾ കഴിക്കുന്നതിന്റെ പ്രത്യേകത ഒന്ന് ചുരുക്കത്തിൽ പറയാം. നമ്മൾ ആദ്യം ഇന്ന് കഴിച്ചത് പ്രായശ്ചിത്ത ഹോമമാണ്. ഈ ഭാഗത്ത് അഗ്നികോണിലാണ് പ്രായശ്ചിത്ത ഹോമം കഴിച്ചത്. ഈ പ്രായശ്ചിത്ത ഹോമം എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ പറയാറില്ലേ നവീകരണം വരാൻ പോവല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, ബാക്കി അത്യാവശ്യം എല്ലാ പണി അമ്പലത്തിൽ എടുക്കാം. നവീകരണത്തോടു കൂടി എന്താവും? ഈ ദോഷങ്ങളെല്ലാം തീരും. ഇപ്പൊ നവീകരണം നിശ്ചയിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശ്രീകോവിലിന്റെ ഉള്ളിൽ ബിംബം, വിഗ്രഹത്തിന് കേടുണ്ടെങ്കിൽ ശ്രീകോവിലിന്റെ ഉള്ളിൽ എന്തെങ്കിലും വൃത്തിയാക്കണമെങ്കിലൊക്കെ ഈ വിഗ്രഹം എളങ്കോവിലിൽ കൊള്ളാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നവീകരണം ഏകദേശം അടുത്ത വർഷം ചെയ്യാം എന്നുള്ള ധാരണ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രായശ്ചിത്ത ഹോമം എന്ന് പറഞ്ഞത് ബിംബത്തിന്റെ സ്ഥാനചലന ദോഷ നിവൃത്തിക്കാണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഇവിടെ ശ്രീകോവിലിന്റെ പണി നടക്കുന്ന സമയത്ത് ഈ ബിംബം എവിടെയായിരുന്നു? ആ കോണിലായിരുന്നു നമ്മൾ മാറ്റി വെച്ചത്, ഇല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അതിനുള്ള പ്രായശ്ചിത്തം ഇന്നാ ചെയ്യുന്നത്. ഇപ്പോഴേ പറ്റുള്ളൂ, നവീകരണത്തിന്റെ കൂടി അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ പ്രായശ്ചിത്ത ഹോമത്തിന്റെ ലക്ഷ്യം ബിംബത്തിന്റെ സ്ഥാനചലനങ്ങൾക്ക് വന്ന ദോഷപരിഹാരമായിട്ടാണെന്നാണ്. പിന്നെയോ അടുത്ത ഹോമമാണ് ശാന്തി ഹോമം. പേര് പോലെ തന്നെ ശാന്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്.
മനസ്സിന്, ഭക്തജനങ്ങൾക്ക്, അതേപോലെ ക്ഷേത്രത്തിന്, ഈ വിഗ്രഹത്തിലുള്ള ചൈതന്യത്തിനൊക്കെ ഇങ്ങനെ സ്ഥാനചലനങ്ങളും പല കാര്യങ്ങളും വന്നപ്പോഴുള്ള എന്തെങ്കിലും അശാന്തി ഉണ്ടെങ്കിൽ ആ അശാന്തിക്ക് പരിഹാരമായിട്ട് ശാന്തിപരമായിട്ടുള്ള മനോഭാവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ശാന്തി ഹോമം കഴിക്കുന്നത്. തുടർന്നുള്ള ഹോമമാണ് അദ്ഭുത ശാന്തി ഹോമം. അദ്ഭുത ശാന്തി ഹോമം ചില പ്രത്യേകമായ രീതിയിൽ എന്തെങ്കിലും നമ്മൾക്കൊക്കെ മനസ്സിൽ തോന്നിയാൽ മതി എന്നാണ്. ഒരു ഹോമുണ്ട്, ചോര ശാന്തി ഹോമം. ശാന്തി ഹോമം കഴിഞ്ഞിട്ട് അദ്ഭുത ശാന്തി ഹോമം കഴിഞ്ഞ് ചോര ശാന്തി ഹോമുണ്ട്. ഈ ചോര ശാന്തി ഹോമം, ചോരഹ എന്ന് പറഞ്ഞാൽ ആരാ സംസ്കൃതത്തിൽ എന്താ അർത്ഥം? ചോരഹ, ചോരൻ, കള്ളൻ എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? കള്ളൻ. ഒരു ക്ഷേത്രത്തിൽ കളവ് നടന്നാൽ കഴിക്കുന്ന പ്രായശ്ചിത്താണ് ചോര ശാന്തി. ക്ഷേത്രത്തിൽ ഭണ്ണാരം, ഉള്ളിലെ ഭണ്ണാരം കള്ളൻ എന്ത് ചെയ്തു? ആരോ ഒന്ന് കുത്തി തുറന്നിട്ടുണ്ട് എന്ന് തന്ത്രിയോട് പറഞ്ഞാൽ എന്താ പരിഹാരം? ചോര ശാന്തി കഴിക്കണം എന്നാ പറയാം. എന്നാൽ കള്ളം കടന്നാൽ മാത്രമല്ല, ക്ഷേത്രത്തിൽ നല്ല ഭംഗിയുള്ള ഒരു കാര്യം, ഒരു നല്ല ഭംഗിയുള്ള ഒരു മാല വാര്യന് കെട്ടിയിരിക്കുക, തൊഴാൻ വരുന്ന നമ്മൾക്ക് തോന്നുക ആ മാല ഒന്ന് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ എന്താണ്? ആ ഭാവം അവിടെ വന്നു എന്നാണ് പറയുന്നത്. ആ മാല കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആ ഒരു ഭാവം നമ്മളേതല്ലാത്ത സാധനമല്ലേ. അപ്പൊ അതിനവിടെ വേണ്ടത് എന്താണ്? ഈ ചോരശാന്തി ഹോമം. ഉദാഹരണം പറയാം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഒരു സിനിമാ നടി പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരുണ്ട്. ഒരു പേര് മാത്രം പറഞ്ഞു. അടുത്ത പേര് കേട്ടാൽ അറിയാം എന്ത്? അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ അറിയില്ല, അവര് പെട്ടെന്ന് ഒന്നോ കയറി തൊഴുതോക്കുള്ളിലൊക്കെ കയറിപ്പോയി. തുടർന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവിടുത്തെ തന്ത്രി പറഞ്ഞ കാര്യം ചോരശാന്തി ഹോമം കഴിക്കണമെന്ന്. അന്ന് ടിവിയിലൊക്കെ ചർച്ചയായിരുന്നു. അയ്യയ്യ, എങ്ങനെ കഴിഞ്ഞാൽ എന്താണ്? ഒരു കള്ളനോട് ഉപമിച്ചു. തന്ത്രശാസ്ത്രത്തിൽ ചോരശാന്തി ഹോമം കഴിച്ചാൽ അവിടെ കളവ് നടന്നതിനാണ് ചോരശാന്തിയാണ്, കള്ളം കയറിയാലാണ്. അപ്പൊ ഈ നടിയെ അപമാനിക്കുന്നത് തുല്യമാണ്. അന്നൊക്കെ ഇത് കേൾക്കുമ്പോഴേക്ക് ഇറങ്ങല്ലോ കുറെ രാഷ്ട്രീയക്കാർ കുപ്പായിട്ട് ഇറങ്ങും. എന്താണ്? കിട്ടിയ ചാൻസിൽ ഇതൊക്കെ തൊട്ട തെറ്റാണെന്നും മിത്താണെന്നും അല്ലാന്നൊക്കെ പറയുന്ന അനവധി ആളുകൾ വേറെ ഉണ്ടാവും. ആ രീതിയിൽ ഇതിനെ എന്ത് പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ എന്താണ്? അവരുടെ യഥാർത്ഥ പേര് മറച്ചു വെച്ചിട്ട് അവിടെ പ്രവേശിച്ചത് കൊണ്ടാണ് ഈ പരിഹാരം അവിടെ ചെയ്തത്. നമ്മളൊന്ന് തൊഴാൻ വരികയാണ്. നമ്മൾ തൊഴാൻ വരുമ്പോൾ അടുത്ത വീട്ടിലെ ആളും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ അമ്പലത്തിൽ നിന്ന് സാധാരണ അമ്പലത്തിലേക്ക് വരുമ്പോലെ അല്ല. നമ്മൾ അത്യാവശ്യം നല്ല മേക്കപ്പിലൊക്കെയാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് വേറെ വഴിക്ക് പോകാനുണ്ട്. ഈ അടുത്ത ആള് നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങോട്ടൊക്കെ നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മൾ ചിലപ്പോ എന്തായിരിക്കും? ബാലുശ്ശേരിക്കായിരിക്കും പോകേണ്ടത്. പക്ഷെ ഞാൻ പോകുന്ന സ്ഥലം ഇവരറിയണ്ട, തൽക്കാലം ഞാൻ നരിക്കുനിക്കാന്ന് പറയുന്നു. അവിടെ എന്ത് വന്നു? അവിടെ കളവ് വന്നില്ലേ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലുള്ള കളവും പാടില്ല. സത്യസന്ധമായിട്ടുള്ള ഈ ഭാവത്തിനെയാണ് നമ്മൾ കാണുന്നത്. ആ ഭാവം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട പരിഹാരമാണെന്ത്? ചോരശാന്തി ഹോമം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ അത്തരം ഇവിടെ ഇത് ചെയ്യാൻ കാരണം എന്താ? വളരെ കാലഘട്ടങ്ങളായിട്ട് നവീകരണം നടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നടക്കും. ശിവക്ഷേത്രമാണെങ്കിൽ ചെറിയൊരു 1-2 ഹോമങ്ങളും കൂടി കൂടും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ ഇത്രയും കാലം നമ്മുടെ ക്ഷേത്രത്തിൽ സംഭവിച്ചു പോയതായിരിക്കുന്ന ഈ ചൈതന്യത്തിന് ഹാനി, ചൈതന്യത്തിന് ദോഷം വരാൻ കാരണമായിരിക്കുന്ന എന്തെല്ലാം നിമിത്തങ്ങള് ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ പ്രായശ്ചിത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊക്കെ അതാ ഹോമങ്ങളാണ് ഇന്നിപ്പം ഇവിടെ നടന്ന കാര്യങ്ങൾ. പ്രായശ്ചിത്ത ഹോമങ്ങള്, അതേപോലെ ശാന്തി ഹോമം, ചോരശാന്തി ഹോമം തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഇന്ന് വൈകുന്നേരം നടക്കുന്ന കാര്യം എന്താ? ഇന്ന് വൈകുന്നേരം നടക്കുന്ന കാര്യം ഇവിടെ ഇന്ന് വൈകുന്നേരം നാളത്തേക്കുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നാളെ ക്ഷേത്രത്തിൽ നടക്കേണ്ട ചില ക്രിയകൾ, അതിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം നടക്കുന്ന നവീകരണ സമയത്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. നാളെ ഇവിടെ നടക്കുന്നത് മണ്ഡപത്തിലൊരു ഹോമുണ്ട്. തത്വഹോമം എന്നാണ് ആ ഹോമത്തിന്റെ പേര്. ഈ ഭഗവത് ചൈതന്യം ആദ്യത്തെ 2 ദിവസം നമ്മൾ ഇതുവരെ സംഭവിച്ചു പോയതായിരിക്കുന്ന ദോഷങ്ങൾ മുഴുവൻ തീർക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുന്നത്? ഇനി നമ്മള് നവീകരണത്തിന് വേണ്ടി ഭഗവാനെ തയ്യാറാക്കുക. നമ്മളൊരാൾ ആശുപത്രിയിൽ പോയാൽ സർജറി ഉണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിക്കാണ് സർജറി എന്ന് വെച്ചാൽ രാവിലെ 9 മണിക്ക് അഡ്മിറ്റ് ആയാൽ മതിയോ? ചെറിയൊരു ഉദാഹരണം. 9 മണിക്ക് അഡ്മിറ്റ് ആയാൽ 10 മണിക്ക് ഓപ്പറേഷൻ ചെയ്യോ? ഉണ്ടാവില്ല. ഒരു 2-3 ദിവസം മുന്നേ അഡ്മിറ്റ് ആവണം. എന്നിട്ടോ പ്രഷർ ലെവൽ നോക്കണം, BP നോക്കണം, ഷുഗർ നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തുലനമായിട്ട് എന്ത് ചെയ്യണം?
അതൊക്കെ കൂടുതലുള്ള കുറവാക്കണമെങ്കിൽ കുറയ്ക്കണം, സോഡിയം നോക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? ആ ഒരു ലെവൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഇതുവരെ ക്ഷേത്രത്തിൽ വന്നു പോയതായിരിക്കുന്ന ദോഷങ്ങൾ മുഴുവൻ വിഗ്രഹത്തിനും ആ വിഗ്രഹത്തിലുള്ള ചൈതന്യത്തിനും സംഭവിച്ചതായ ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് ആദ്യത്തെ 2-3 ദിവസം. പിന്നെയുള്ള ക്രിയകളോ ഇനി പുഷ്ടിക്രിയകളാണ്. നിലവിലെ ചൈതന്യം പുഷ്ടിപ്പെടാനുള്ള കാര്യങ്ങളും. നാളെ നടക്കുന്നത് തത്വ ഹോമമാണ്. അഖില തത്വങ്ങള്, ഈ പ്രകൃതിയിലുള്ള തത്വങ്ങളെ കൊണ്ടാണ് ദേവന്റെ ചൈതന്യം ഉണ്ടായത്. പഞ്ചഭൂതങ്ങളെ കൊണ്ടും ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളായിരിക്കുന്ന കാര്യങ്ങളും പൃഥിവ്യാപസ്തേജോ വായുരാകാശ തുടങ്ങിയ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടും മനോബുദ്ധിരഹങ്കാര ചിത്തം, മനസ്സ് ബുദ്ധി അഹങ്കാരം തുടങ്ങിയ നമ്മൾ ഓരോ ലെവലുണ്ട്. ഇതിലൂടെയൊക്കെ ഈ മന്ത്രങ്ങളെ കൊണ്ട്, അക്ഷരങ്ങളെ കൊണ്ട്, ഈ തത്വങ്ങളെ കൊണ്ടൊക്കെ പൂജിച്ച്, ഈ പൂജ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇന്ന് രാവിലെ നിങ്ങൾ നേരത്തെ വന്ന ആളുകൾക്കറിയാം, ഒരു 5 മണി 5:15 തുടങ്ങിയ ഹോമം അവസാനിക്കുമ്പോൾ 10 മണിയാണ്. ഇത് മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഹോമം പൂജ കഴിക്കുന്ന ആളുകൾ ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ. ഇങ്ങനെ വളരെയധികം വൃത്തിയോടുകൂടി ചിട്ടയോടുകൂടി ചെയ്ത് ഈ ദോഷങ്ങളൊക്കെ തീർത്ത് നാളെ ഈ തത്വഹോമവും തത്വകലശവും കഴിക്കേണ്ടത് തന്ത്രിയാണ്. ഈ തത്വഹോമാണ് തന്ത്രി കഴിക്കുക, തത്വകലശം കൂടുള്ള ആള് അവിടെ പൂജിക്കുക. എന്നിട്ട് ഈ കലശാഭിഷേകം, ഈ തത്വകലശം അവിടെ അഭിഷേകം ചെയ്യാം. അപ്പൊ 3 രീതിയിലാണ് നാളത്തെ പൂജ. മണ്ഡപത്തിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾ പോയാൽ കാണാം, മണ്ഡപത്തിൽ നല്ല ഭംഗിയിലൊരു ഹോമകുണ്ഡം ഉണ്ടാവും. ആ ഹോമകുണ്ഡത്തിലാണ് രാവിലെ അഗ്നിജനനത്തോടുകൂടി തത്വഹോമം. ഈ തത്വഹോമങ്ങളൊക്കെ തത്വങ്ങളെ കൊണ്ട് ഹോമിച്ച് തൊട്ടടുത്ത് ഒരു കലശപൂജ ഉണ്ട്, തത്വകലശ പൂജ. ഈ തത്വകലശ പൂജയും തത്വഹോമത്തിന്റെ ഇടയ്ക്കാണ് അകത്ത് പൂജ തുടങ്ങി തന്ത്രി ഈ 3 ചൈതന്യങ്ങളും ഒന്നാണെന്ന് സങ്കല്പിച്ചിട്ട് അവിടെ ഒരു നാഡീസന്ധാനം എന്നൊരു ക്രിയയുണ്ട്. ഈ ഹോമകുണ്ഡത്തിലുള്ള അഗ്നി ചൈതന്യവും കലശത്തിലുള്ള ദേവചൈതന്യവും വിഗ്രഹത്തിലുള്ള ചൈതന്യവും 3ഉം ഒന്നാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവിടെ തന്ത്രി ഉറപ്പിച്ചതിന് ശേഷം അവിടെ എന്താണ് ഈ നാഡീസന്ധാനം എന്ന ഒരു താന്ത്രിക ക്രിയയുണ്ട്. ആ നാഡീസന്ധാനം എന്ന ക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ക്രിയ ചെയ്യുന്ന തന്ത്രിയെ പോലും കൂടെയുള്ള ആൾ തൊടാൻ പാടില്ല. കൂടെയുള്ള ആൾ എന്ത് ചെയ്യാൻ പാടില്ല? തൊടാൻ പാടില്ല. എന്റെ അച്ഛൻ ചെയ്യുകയാണെങ്കിലും ഞാൻ പോയി എന്ത് ചെയ്യരുത്? നാഡീസന്ധാനം തുടങ്ങിയാൽ ഒരു പ്രത്യേക ചടങ്ങാണ്. ദേവനിൽ പ്രവേശിച്ചിട്ട് നമ്മൾ ദേവനും താനും ഒന്നായിട്ട് എന്ത് ചെയ്യണം? അപ്പൊ അത് എന്തുകൊണ്ടാണ് തൊടാൻ പാടില്ല എന്ന് പറയാൻ കാരണം ഐത്തം ഉണ്ടായത് കൊണ്ടാണോ? ആണോ? ജാതീയത ഉള്ളത് കൊണ്ടാണോ? ആണോ? അല്ല. കാരണം എന്നാ ഇതിവിടെ പറയാൻ കാരണം സമീപകാലങ്ങളിൽ നമ്മുടെ ക്ഷേത്ര വിഷയങ്ങളെ കുറിച്ചിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് എന്താണ് ഇപ്പോഴും ജാതീയത, ഐത്തമുണ്ട്. കേട്ടില്ലേ? ഒരു അമ്പലത്തിന് ഉദ്ഘാടനത്തിന് മേൽശാന്തി മന്ത്രിയുടെ കയ്യിൽ ഒരു വിളക്ക് കയ്യിൽ കൊടുക്കാത്തത് കൊണ്ട് പത്രങ്ങളിലൊക്കെ വന്നെന്താ? ജാതീയത ഉള്ളത് കൊണ്ടാണ്. ഒരു ജാതീയതയില്ല, ചിട്ട എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. എന്താണ് നമ്മുടെ ക്ഷേത്ര സംസ്കാരം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വിഷയം. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ചില സ്ഥലത്ത് കാവുകളിൽ ചില ഗുരുതി സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെ തറവാട്ടിലുണ്ട്. ഞങ്ങളുടെ ഇല്ലത്തുള്ള ഭഗവതിക്ക് ഗുരുതി കഴിക്കുന്നത് ഞങ്ങളല്ല, കരിമ്പാല വിഭാഗത്തിൽപ്പെട്ട ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. കോഴി വെട്ടിയിട്ടാണ് ഗുരുതി. ഇല്ലത്ത് നല്ല ഒരു 3 കിലോമീറ്റർ അപ്പുറം. ആ സമയത്ത് നമ്മൾക്ക് അങ്ങോട്ട് പ്രവേശനമല്ല. അവിടെ ജാതീയത പറഞ്ഞ് കൊടി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചടങ്ങുകളുടെ വ്യത്യാസമാണ്, ആചരണങ്ങളുടെ വ്യത്യാസമാണ്. അത് കഴിഞ്ഞ് അവർ ചെയ്യുമ്പോഴോ അതേപോലെ ഈ തിറ നടക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് മാത്തോട്ടം കല്ലും പുറക്കല്ലേ നമ്മുടെ നാട്ടിൽ അറിയാം. അവിടെ ഈ കരിയാത്തന്റെ കോമര ഉണ്ടായിട്ട് ഈമ പറിക്കാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. കൂടുതലായിട്ട് ഇവിടുന്ന് വിശദീകരിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം, അത് നമ്മുടെ നാട്ടിലുള്ള വിഷയമായതുകൊണ്ട്. അവിടെ ഈ കോമരം ഈങ്ങ പറിച്ച് കൊണ്ടുവരുമ്പോൾ ആ കോമരം ഇവിടുന്ന് കോമരം ഉണ്ടായി കരിയാത്തന്റെ തോറ്റം ചെല്ലി കോമരം ഉണ്ടായി പോകുന്ന സമയത്ത് ഒരു നാളികേരം കൊണ്ടിട്ടാണ് പോവുക. ആ നാളികേരം മറ്റുള്ള സമാന സമുദായത്തിൽപ്പെട്ട ആളുകളല്ല കൊടുക്കുക. അതിന് നോൽപെടുത്ത് നിൽക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഒറ്റയാളാ ചെയ്യാം. ഒരാള് അതിനൊരു പൂണൂലൊക്കെ ഇട്ട ഒരാൾ അവിടെ നിൽക്കുന്ന കാണാം. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതെന്തുകൊണ്ടാ? അവര് ആ ചിട്ടയിൽ ആ ശുദ്ധത്തിൽ അവിടെ നിൽക്കുകയാണ് അല്ലെ? അതിനു വേണ്ടി തയ്യാറായി ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തി അവരുടെ ചിട്ടയിലൂടെ കാര്യങ്ങൾ ചെയ്ത് ഉപാസനയിലൂടെ അവിടെ നിൽക്കുക. മറ്റുള്ള ആളുകളൊക്കെ എന്തായിരിക്കും? പല കാര്യങ്ങൾക്കും പുറത്തു പോകുന്നുണ്ടാവും, പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിവിടെ എന്താണ്? ഈ അശുദ്ധി വരാൻ കാരണമാവും. അവര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ കോമരത്തിന് എന്ത് കൊടുക്കുള്ളൂ?
ഈ 4 പേരും കൊടുക്കുള്ളൂ. അവരെ അമ്മാവന്റെ മോനെ വേറെ ആരെയും വന്നിട്ട് അനിയനായിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുക്കില്ല. എന്താ കാരണം? അതാ പവിത്രതയിൽ നിൽക്കുകയാണ്. ഇതേ പവിത്രതയാണ് ക്ഷേത്ര കാര്യങ്ങൾക്കും നമ്മളെ ഭാരതീയമായ പല കാര്യങ്ങൾക്കും ഉള്ള ചിട്ടകൾ. അപ്പൊ പറഞ്ഞു വന്നത് നാളത്തെ നടക്കുന്ന, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ കാരണം എന്താ? നമ്മളെ സമൂഹത്തിന്, ഹിന്ദു സമൂഹത്തിന് പല കാര്യങ്ങൾക്കും എന്താണ് എന്നുള്ളത് അറിയുന്നില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരത് ഇന്ന കാരണങ്ങളെ കൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ ബോധമാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. ആരും ചെറുതുമല്ല, ആരും വലുതുമല്ല. നമ്മളെല്ലാവരും ഭഗവാന്റെ ഈശ്വര സൃഷ്ടികളാണ്. നമ്മളിലുള്ള ചൈതന്യവും നിങ്ങളിലുള്ള ചൈതന്യവും നമ്മളൊക്കെ ജീവിക്കുക. കാരണം എന്താ? ജീവിക്കാനുള്ള ഹേതു ഭഗവാന്റെ അനുഗ്രഹമാണ്. ജീവൻ എന്ന് പറഞ്ഞൊരു തത്വമാണ്, അല്ലെ? ഇത് നമ്മളിലൊക്കെ സമാനമാണ്. പക്ഷെ ചില പരമ്പരാഗതമായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാത്രം, ആചരണ വിശേഷങ്ങളിൽ മാത്രമേ വ്യത്യസ്തതയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നാളെ നടക്കുന്ന ഈ നാഡീസന്താനം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയയാണ്. അവിടെ ഒരു വലിയ പാണി എന്ന് പറയുന്ന ചടങ്ങുണ്ട്. നോട്ടീസിൽ കാണാം. വാദ്യക്കാര് പ്രത്യേക രീതിയിൽ തട്ടുടുത്ത്, നമ്മൾ പൂജക്കൊക്കെ തട്ടുടുക്കുന്ന പോലെ തട്ടുടുത്തിട്ട് അവിടെ വലിയ പാണി, മരം, ചേങ്ങില, അതേപോലെ ശംഖ്, തിമില ഒക്കെ കൊണ്ട് പ്രത്യേകം 5 ഉപകരണങ്ങൾ വെച്ചിട്ട് അവര് പാണി കൊട്ടും. ഈ പാണി ഇതിന്റെ ചടങ്ങാണ്. ഇതിനൊക്കെ ഒരുപാട് സാധനങ്ങൾ വേണം. പാണിക്ക് ഇത്ര പറ നെല്ല് അവിടെ വെക്കണം, അവിടെ ഗണപതിക്ക് നിവേദ്യം കഴിക്കണം, അതേപോലെ അവർക്ക് അരി, നാളികേരം തുടങ്ങിയ പിന്നെ കൺമഷി, എന്തൊക്കെയോ കുറെ ചടങ്ങുകളുണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണം ഈ പാണി കൂട്ടുക. പ്രണവത്തിന്റെ ധ്വനിയാണ്, ഓങ്കാര ധ്വനി മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് അവര് പാണി കൂട്ടുക. ഈ പാണി കേൾക്കാൻ തായമ്പക കേൾക്കും പോലെ ഭംഗിയൊന്നുമില്ല, കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, കേൾക്കാനുമില്ല. പക്ഷെ ഈ അഭിഷേകം കഴിക്കുന്നതിന് മുന്നേ വലിയ പാണി എന്ത് ചെയ്യണം? അവിടെ മുഴങ്ങണം, നിർബന്ധമാണ്. ഇപ്പൊ വലിയ പാണി, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് ആരാ? നമ്മളാണ്. നമ്മൾ വെച്ചാൽ നമ്മളെല്ലാവരും, കമ്മിറ്റിക്കാരും നിങ്ങളുമാണ്. അവര് പാണി കൊട്ടുന്ന സമയത്ത് കമ്മിറ്റിക്കാരോട്, ഭക്തജനങ്ങളോട് ചോദിക്കും, പാണി കൊട്ടട്ടെ, പാണി കൊട്ടട്ടെ, പാണി കൊട്ടട്ടെ 3 പ്രാവശ്യം. കൊട്ടിക്കോളൂ നമ്മൾ 3 പ്രാവശ്യം പറയണം. തന്ത്രിയോട് ചോദിക്കും, അനുമതി ചോദിക്കും. നമ്മൾ അനുമതി കൊടുത്താലാണ് എന്ത് ചെയ്യുക? അവര് ഈ പാണി കൊട്ടുക. അതേപോലെ തന്നെയാണ് തന്ത്രിയും. നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രതിഷ്ഠാകർമ്മം ഇവിടെ നിർവഹിക്കുന്നത്. അപ്പം നാളെ ഈ തത്വകലശം അഭിഷേകം കഴിച്ച്, തത്വകലശാഭിഷേകത്തോടു കൂടി ദേവന്റെ ചൈതന്യം പൂർണ്ണമാവും. ഇത്തരം ദോഷങ്ങളൊക്കെ ഇന്നത്തോടു കൂടി ദോഷങ്ങൾക്കുള്ള പരിഹാരം കഴിയാൻ പോവാണ്. പിന്നെ ചൈതന്യം കൂടുകയാണ്. പിന്നെ ചൈതന്യം കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ദോഷങ്ങൾ തീർത്തിട്ട് വേണം നവീകരിക്കാൻ. ചൈതന്യം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ക്രിയ എന്താണ്? അടുത്ത ദിവസം വരുന്ന ക്രിയ അനുജ്ഞ കലശപൂജയാണ്. അനുജ്ഞ കലശപൂജ. അനുജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുജ്ഞ സമ്മതം വാങ്ങാന്നുള്ളതാണ്. അപ്പൊ അനുജ്ഞ കലശപൂജ കഴിച്ച് അനുജ്ഞാ ബലി നൽകും. അനുജ്ഞാ ബലി എന്ന് പറഞ്ഞാൽ ശ്രീഭൂതബലി പോലത്തെ ഉള്ള ആ അനുജ്ഞാ ബലി നൽകും. ശ്രീഭൂതബലി പോലെ എല്ലാ ബലിക്കല്ലിന്റെ മുകളിലും ഹവിസർപ്പിച്ച്, ഈ ദേവൻ മാത്രമാണോ ക്ഷേത്രത്തില് പ്രധാന? ഇപ്പോൾ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണെങ്കിൽ അതിനുള്ളിൽ ഭഗവാൻ മാത്രമാണോ? ക്ഷേത്ര സമുച്ചയത്തിലല്ല. അഷ്ടദിക്പാലകന്മാരുണ്ട്, മാതൃക്കളുണ്ട്, സപ്തമാതൃക്കൾ എന്നാണ് പറയാ. 7 തരത്തിലുള്ള മാതൃസങ്കല്പങ്ങളാണ്. പിന്നെ മുന്നിൽ ഇന്നലെ നമ്മളിവിടെ പണി കഴിപ്പിച്ച വലിയ ബലിക്കല്ല്. വലിയ ബലിക്കല്ലിന്റെ ഉദ്ദേശം എന്താ? ഈ ക്ഷേത്രത്തിലെ ഭടനായകനാണ് അതിന്റെ മുകളിൽ. മഹാവിഷ്ണുവിന്റെ ഭടനായകനാണ്, സേനാധിപനാണ് വലിയ ബലിക്കല്ലിന്റെ മുകളിൽ കുടികൊള്ളുന്നത്. മറ്റെല്ലാ ബലിക്കല്ല് പോലെയാണോ? കുറച്ചൊരു ഗാംഭീര്യല്ലേ അതിന്? ചെറിയ ബലിക്കല്ല് പോലെയല്ല. അപ്പൊ അതിന് മുകളിൽ ഹരിസേനൻ എന്ന് പറഞ്ഞ ഭഗവത് ചൈതന്യമാണ്. പിന്നെ ആ ഇടയിൽ കാണാം, താഴെ ഒരു 8 കല്ലുണ്ട്. കുമുദൻ, കുമുദാക്ഷൻ, പുണ്ടരീകൻ, വാമനൻ, ശംഖുകർണൻ, സർവനേത്രൻ, സുമുഖൻ, സുപ്രതിഷ്ഠൻ തുടങ്ങിയ മറ്റു ദേവന്മാരും ഏറ്റവും മുകളിൽ സർവ സൈന്യാധിപനായിട്ടുള്ള ആ വലിയ ബലിക്കലിന് മുകളിലെ സൈന്യാധിപനായ ദേവനും. അപ്പൊ ഈ ദേവന്മാരോടൊക്കെ ഈ അനുജ്ഞാ കലശ പൂജ കഴിഞ്ഞ് അനുജ്ഞാ കലശാഭിഷേകം ചെയ്തതിനു ശേഷം ഇവിടെ അനുജ്ഞാബലി നടക്കും. അനുജ്ഞാബലി നടന്നതിന് ശേഷം ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരു വിശേഷപരമായിട്ടുള്ള സംഭവമാണ് അനുജ്ഞാ പ്രാർത്ഥന എന്ന് പറയാ. നമ്മള് ക്ഷേത്രപാലന്റെ അടുത്ത് നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒരു മന്ത്രം ഉറക്കെ ചെല്ലും, 3 പ്രാവശ്യം ചെല്ലും.
നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. ആ സമയം മുൻകൂട്ടി തലേ ദിവസം പറയും. നാളെ വൈകുന്നേരം ഒരു 4 മണി 4:30 5 മണിയോടുകൂടി അനുജ്ഞാബലിയാവും. എല്ലാ ഭക്തജനങ്ങളും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത്? ഇതാ നമ്മൾ സംഹരിക്കാൻ പോവുകയാണ്. എന്താ സംഹരിക്കുന്നത്? ഈ ചൈതന്യം സംഹരിക്കുക. പറഞ്ഞ എന്താ? എന്തിനാ സംഹരിക്കുന്നത്? നമ്മളെ ഉദ്ദേശ സംഹാരം എന്ന് പറഞ്ഞ എന്താ? തട്ടുക അതല്ല അല്ലെ. സംഹാരം എന്ന് പറഞ്ഞ എന്താണ്? ഈ ചൈതന്യം, ക്ഷേത്ര മതിൽക്കകത്തുള്ള ചൈതന്യം ക്രമത്തില് സംഹരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് സംഹരിച്ച് ആ വിഗ്രഹത്തിലുള്ള ഹൃദയത്തിൽ, ദേവന്റെ ഹൃദയത്തിൽ ഒരു തിരിനാളം പോലെ ഈ ചൈതന്യത്തെ സംഹരിക്കുക. എന്തിനാ സംഹരിക്കുന്നത്? ചൈതന്യം ഒന്നും കൂടി പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ബലിക്കല്ലൊക്കെ നമുക്ക് മാറ്റണ്ടേ? പൊളിഞ്ഞ ബലിക്കല്ലൊക്കെ മാറ്റണം. ഉള്ളിലൊക്കെ ഈ ബലിക്കല്ലുകളൊക്കെ വളരെ പൂർവികമായിട്ട് കേടായതാണ്. അപ്പൊ ഈ സംഹാരം കഴിഞ്ഞാലാണ് പുതിയത് നമ്മൾ എന്ത് ചെയ്യുക? പുതിയത് നമ്മൾ അവിടെ സ്ഥാപിക്കുക. ആ സ്ഥാപിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? പരിവാര പ്രതിഷ്ഠ, വലിയ ബലിക്കൽ പ്രതിഷ്ഠയൊക്കെ ഉണ്ടാവുക. അപ്പൊ പറഞ്ഞു വന്നത്, ഈ അനുജ്ഞാബലി കഴിഞ്ഞ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഉറക്കെ ചെല്ലണം. ശൃണ്വന്തു ദേവതാ സർവാ പ്രാസാദമിമമാശ്രിത യദുച്യമാനമസ്മാഭി എന്ന് തുടങ്ങിയ പ്രാർത്ഥന ഉണ്ട്. ശൃണ്വന്തു ദേവതാ സർവാ, ഈ ദേവതമാരൊക്കെ കേട്ടോളൂ. സർവാഹ ദേവതാഹ ശൃണ്വന്തു, എല്ലാ ദേവതമാരും കേൾക്കണം. ഈ ക്ഷേത്രത്തെ ആശ്രയിച്ചിരിക്കുന്ന സകല ദേവീദേവന്മാരോട് കൂടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഇങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ? ക്ഷേത്രം നവീകരിക്കണമെങ്കിൽ ഇന്ന രീതിയിൽ ക്രിയകൾ ചെയ്യണമെന്നും അതിനുള്ള അനുജ്ഞ നമ്മൾക്ക് തരണമെന്നുമാണ് നമ്മളിവിടെ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നത്. അനുജ്ഞാബലി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാൻ കുറച്ചു നേരമേ വേണ്ടൂ. ക്രിയകൾ ഒരുപാടുണ്ട്. ആ അനുജ്ഞാബലി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉള്ളില് എന്ത് ചെയ്യാണ്? സംഹാര തത്വം എന്ന് പറഞ്ഞ ക്രിയയാണ് പിറ്റേ ദിവസം വരിക. പ്രതിഷ്ഠയുടെ തലേ ദിവസം. ഇവിടെ പ്രതിഷ്ഠ എന്നാണ്? ഏപ്രിൽ 30-നാണ് പ്രതിഷ്ഠ. ഏപ്രിൽ 29-നാണ് എന്ത് വരുന്നത്? സംഹാര തത്വം. അപ്പം മണ്ഡപത്തിൽ ഒരു പ്രത്യേക ഹോമമുണ്ട്. ആ ഹോമത്തിന്റെ പേരാണ് സംഹാര തത്വഹോമം. സാധാരണ പൂജകളൊക്കെ എന്താണ്? ക്രമത്തിൽ ഇങ്ങനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ക്രമത്തിൽ ആദ്യം ഭഗവാൻ, പിന്നെ അവിടെ പുറത്തുള്ളത്, പിന്നെ അതിന് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. പക്ഷേ സംഹാര തത്വം എന്ന് പറഞ്ഞ ക്രിയ നേരെ ഡിസോർഡർ ആയിട്ടാണ്. കാരണം എന്താ? ക്ഷേത്രത്തിന്റെ ചൈതന്യം എവിടെയാണ് നിറഞ്ഞു നിൽക്കുന്നത്? ക്ഷേത്ര മതിലിനുള്ളിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. ക്ഷേത്ര മതിലിനുള്ളിൽ പ്രവേശിച്ച, അതുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ മതിലിനുള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെരുപ്പ് പുറത്തഴിച്ചു വെക്കുന്നത്. ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ അല്ല. കാരണം നമ്മളിവിടെ ഒരു പരിചയമല്ല. കാരണം ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇവിടെ എപ്പോഴല്ലേ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ബലിക്കൽപ്പുരൊക്കെ വന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ 1 2 ചെരുപ്പൊക്കെ അവിടെ ഇവിടെയും കാണുന്നത്. നമ്മൾക്കത് അറിയാത്തത് കൊണ്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ചുറ്റുമതിൽ എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട്. ഈ ചുറ്റുമതിലിനുള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ ക്ഷേത്രത്തിന്റെ ചിട്ടകള് പാലിക്കണം. യാതൊരു സംശയവുമില്ല. നമ്മൾ പുറത്തൊക്കെ കൊണ്ടു നടക്കുന്ന ചെരുപ്പ് നമ്മളകത്ത് വീടിന്റെ അകത്ത് കയറ്റുമോ? ഇല്ല. അത്ര പവിത്രമായിട്ടാണ്. അപ്പം ഇനി മെല്ലെ മെല്ലെ നമ്മൾ എന്ത് ചെയ്യണം? നവീകരണമൊക്കെ ഇങ്ങനെ തുടങ്ങി വരികയാണ്. അപ്പം ഈ ചിട്ടകൾ പാലിച്ചേ പറ്റുള്ളൂ. എന്തിനാ പാലിക്കുന്നത്? ഈ ചൈതന്യത്തിനൊരു ദോഷവും ഉണ്ടാവാതിരിക്കാൻ. അതിനൊക്കെ മറുചോദ്യം ചോദിക്കുന്നവർക്ക് ധാരാളം ചോദിക്കാം. ഒരു ചെരുപ്പിട്ട ചൈതന്യം ഇല്ലാണ്ടേ പോവും. അങ്ങനൊക്കെ പല രീതിയിൽ ചോദിക്കാം. പക്ഷെ എന്താണ്? ഇത് നമ്മളൊരു പവിത്രത കാണുകയാണ് ക്ഷേത്രത്തിന്, അല്ലെ? നമ്മൾ ആ ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്ന ചൈതന്യത്തെ നമ്മൾ പവിത്രമായിട്ട് കണ്ടുകൊണ്ട് ആ ഭഗവാനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ചിട്ടകൾ പാലിക്കണം. അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള ഇവിടെ ബലിവട്ടങ്ങളുണ്ട്. അവസാനം ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞൊരു വിഗ്രഹമുണ്ട്. ക്ഷേത്രപാലൻ ഈശാന കോണിലാണ് വരിക. ക്ഷേത്രപാലൻ എന്താ? ക്ഷേത്രപാലൻ ക്ഷേത്രത്തെ പരിപാലിക്കുന്ന ആള്. സെക്യൂരിറ്റിമാരാണ് ഇവരൊക്കെ. ഓരോ ക്ഷേത്രത്തിലും ഭാരതീയ വാസ്തുപ്രകാരം ഇതൊക്കെ ക്ഷേത്രത്തിന്റെ സെക്യൂരിറ്റിമാരാണ്. ഭഗവാന്റെ സെക്യൂരിറ്റിമാരാണ്. എന്താണ്? ഭടന്മാരാണ്. ഈ ക്ഷേത്രത്തിലേക്കുള്ള ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ പുറത്ത് ഓരോ ബലിക്കല്ലുകളുണ്ട്. അതിന്റെ മുകളിലുള്ള ചൈതന്യം. പിന്നെ ഉള്ളിലെത്തിക്കഴിഞ്ഞാലോ അവിടെ നിർമാല്യധാരി മുതലുള്ള ചൈതന്യങ്ങള്. മണ്ഡപത്തിൽ ആരുണ്ട്?
മണ്ഡപത്തിൽ വാഹനമുണ്ട്. ആരുടെ വാഹനം? ഭഗവാന്റെ വാഹനം. ഈ ക്ഷേത്രത്തിൽ എന്താ വാഹനം? എന്താ? ഗരുഡനാണ് അല്ലേ? നമ്മളെ വാഹനം ഗരുഡനാണ്. നമ്മളെ വാഹനമല്ല ഭഗവാന്റെ വാഹനം അല്ലെ? നമുക്കിങ്ങനെ വാഹനം ഇടയ്ക്കിടയ്ക്ക് മാറും. പക്ഷെ ഭഗവാൻ എന്താണ്? അന്നൊന്നും ഒരേ വാഹനമാണ്. അപ്പം ശിവക്ഷേത്രം ആണെങ്കിൽ മണ്ഡപത്തിൽ ആരുണ്ടാവും? നന്ദിയെ കാണാം, നന്ദിയെ കാണാം. അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ല, ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഒരു വശത്തേക്ക് തിരിഞ്ഞിട്ട് തൊഴാൻ പാടുള്ളൂ. എവിടെ ചെന്നിട്ട് തൊഴാൻ പാടുള്ളൂ? ശ്രീകോവിലിന്റെ നേരെ നടുവിൽ നിന്ന്, മണ്ഡപത്തിന്റെയും ശ്രീകോവിലിന്റെ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ നേരെ നടുവിൽ നിൽക്കുമ്പോൾ പിന്നിൽ ആരാ വരിക? ഭഗവാന്റെ വാഹനമാണ്. ഭഗവാൻ എന്തിന്റെ പുറത്താണ് സഞ്ചരിക്കുന്നത്? എന്തിന്റെ പുറത്താ? പരുന്തിന്റെ പുറത്ത് പറക്കുക നമുക്ക് പറയാം, കാളയുടെ പുറത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ പോവുക ശിവ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്താണ് തത്വം? എന്താണ് അതിന്റെ? വേദങ്ങളില് കാള എന്ന് പറഞ്ഞാൽ, ഋഷഭം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ധർമ്മം എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? ധർമ്മമാണ് കാള എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ശ്രീകോവിലിന്റെ നടുവിൽ തന്നെ നിന്ന് തൊഴുമ്പം നമ്മൾക്ക് മുന്നിലാണോ ധർമ്മം വരിക, പിന്നിലാണോ ധർമ്മം വരിക? എവിടെയാ വരിക? ധർമ്മത്തെ നമ്മൾ പിന്തിരിഞ്ഞ് നിന്നു പോകും. ശരിയല്ലേ? അപ്പൊ ധർമ്മത്തെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്ക് ഭഗവാൻ പ്രത്യക്ഷമാണോ? ഒരിക്കലുമല്ല. ധർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. വേദങ്ങളൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത്? സത്യം വദ ധർമ്മം ചര അല്ലേ? ധർമ്മം വദ എന്ന് പറഞ്ഞില്ല, സത്യം വദ, സത്യം പറയാൻ പറഞ്ഞു. ധർമ്മം പറഞ്ഞാൽ പോരാ, പ്രഭാഷണം പോരാ. എന്താ വേണ്ടത്? ധർമ്മം ചര. ധർമ്മം നമ്മൾ എന്ത് ചെയ്യണം? അനുഷ്ഠിക്കണം. അപ്പൊ ഇവിടെ ധർമ്മത്തിന്റെ പ്രതീകമാണ് ഭഗവാന്റെ വാഹനം. അതുകൊണ്ടാണ് നമ്മൾ ഒരു വശത്തേക്ക് തിരിഞ്ഞ് അവിടെ സൈഡിലേക്ക് നിന്ന് തൊഴാൻ പറയുന്നത്. അപ്പം ശ്രീകോവിലിന്റെ മണ്ഡപത്തിന്റെ ഇടയിൽ കൂടി ഇവിടെ നിന്നിട്ട് ഇതിൽ അങ്ങോട്ടോ അവിടെ നിന്നിട്ട് ഇങ്ങോട്ടോ ക്രോസ് ചെയ്യാൻ പാടില്ല. അതിനെന്താ പ്രമാണം? പ്രമാണം ഉണ്ട്, കേട്ടോളൂ. അജയോർ ഗജയോർ മധ്യേ ദമ്പത്യോർ ഗുരു ശിഷ്യയോഹോ നന്ദി ശങ്കരയോർ മധ്യേ പൂർവ പുണ്യം വിനശ്യതി എന്ന് പ്രമാണം പറയുന്നുണ്ട് പുരാണത്തില്. അജയോർ ഗജയോർ മധ്യേ, ആണാടും പെണ്ണാടും, ഇവിടെ സ്ത്രീ പുരുഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആണാടും പെണ്ണാടും പോകുമ്പോ അതിനിടയിൽ കൂടി ചിലപ്പോ കുത്തു കിട്ടുമ്പോ നമ്മൾ പോകില്ല വിചാരിക്കുക, സങ്കല്പങ്ങളാണ് പറയുക. പിന്നെയോ ദമ്പത്യോർ ഗുരു ശിഷ്യയോഹോ, ദമ്പതിമാര്, ഭാര്യ ഭർത്താക്കന്മാര് കഥ പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ കൂടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഈ ദമ്പതിമാർ ആരാണ്? ആരാണ്? പാർവതി പരമേശ്വരന്മാരുടെ സങ്കല്പമാണ്. നമുക്ക് കാണോ അല്ലേ? ഉമാമഹേശ്വര സങ്കല്പമാണ്. പിന്നെയോ ഗുരു ശിഷ്യയോർ മധ്യേ, ഗുരു ശിഷ്യനും കാര്യമായിട്ട് പോകുമ്പോ അതിന്റെ ഇടയിൽ കൂടി പോകാൻ പാടില്ല. പിന്നെ പോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഇത്. ഏത്? നന്ദി ശങ്കരയോർ മധ്യേ. നന്ദി ആരാ? കാള. ശങ്കരൻ ഭഗവാൻ ശിവൻ. നന്ദി ശങ്കരയോർ മധ്യേ പൂർവ പുണ്യം വിനശ്യതി എന്നാണ് പറയാ. അപ്പൊ ഇങ്ങനെ പോയാൽ എന്താ ഉണ്ടാവുക? എന്തെങ്കിലും ഒരു പുണ്യം ഉണ്ടെങ്കിൽ ആ പുണ്യം എന്തായി പോവും? ഇല്ലാതെയായി പോകുന്നു. പുരാണത്തിൽ കഥകളിലൂടെ പറയുന്നുണ്ട്. ചില കഥകൾ പറയുന്നത് എന്തിനാണ്? നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ കുട്ടികളോട് പറയാറില്ലേ, ഒരു വറ്റ് പോലും നിലത്ത് പോകരുതേ, ഒരു വറ്റ് ചോറ് നിലത്തായാൽ 7 ദിവസം പട്ടിണി കിടക്കേണ്ടി വരും. ഒരു 10 വറ്റ് നിലത്തായി പോയാലോ 70 ദിവസമൊക്കെ പട്ടിണി കിടക്കണ്ടല്ലേ? നമ്മൾ ഓരോന്ന് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ എന്താ? അതിന്റെ തത്വം എന്താണ്? തത്വം എന്താ? നമ്മൾ ഇത് പാടില്ലാത്ത നമ്മൾ അനുഷ്ഠിക്കാൻ പാടില്ല. അപകടങ്ങൾ നമ്മൾ ചെയ്തു പോകരുത്. ഒരു ആദര സൂചകമായിട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രത്തിലും പരിസരത്തുമുള്ള ചൈതന്യങ്ങൾ മുഴുവൻ നാളെ ഈ സംഹാര തത്വത്തിന്റെ അന്ന് സംഹരിക്കുകയാണ്. എവിടേക്കാ സംഹരിക്കുന്നത്? അഗ്നിയിലേക്കാണ് ഹോമിക്കുന്നത്. ഓരോ മന്ത്രങ്ങളും ചൊല്ലി രാവിലെ 2:30 മണിക്ക് ക്രിയ ചെയ്യുന്ന ആചാര്യൻ, ഈ പ്രതിഷ്ഠയുടെ ക്രിയ ചെയ്യുന്ന ആചാര്യൻ 2:30 മണിക്ക് എഴുന്നേറ്റ് കുളിക്കണം. 2:30ക്ക് പിന്നിലേക്ക് പറ്റൂല, പറ്റാത്തോണ്ടാ. കാരണം എന്താ? 2:30ക്ക് പിന്നിലേക്ക് ഇനി 2:25, 2:30, 2:15 കുളിച്ചാൽ ശുദ്ധം മാറും. കാരണം എന്താ? പിറ്റേ ദിവസം ആവില്ല കണക്ക്. 2:30ക്ക് ശേഷമാണ് പിറ്റേ ദിവസമായിട്ട്, അന്നത്തെ ദിവസമായിട്ട് കൂട്ടുക. അതല്ലേ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി ഒക്കെ 2:30ക്ക് ശേഷം കുളിക്കാൻ പോവുള്ളൂ. 2:30ക്ക് മുന്നുള്ളതാണെങ്കിൽ തലേ ദിവസത്തെ ശുദ്ധ എന്നാ പറയാം. ഇപ്പൊ ആ നാഴികയും വിനാഴികയും ജ്യോതിഷപ്രകാരമൊക്കെ കണക്ക് കൂട്ടുമ്പോൾ 2:30 മണിക്ക് ശേഷം പരമാവധി നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്തനങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ 3-3:30 മണ്ഡപത്തിൽ ഹോമത്തിനിരുന്നാൽ ഏകദേശം ഉച്ചയ്ക്ക് 11-11:30 മണിയാവും. ഇത് കഴിഞ്ഞ് ഈ ജീവകലശം ചെയിലേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ഏകദേശം 12 മണിയാവും. എന്നിട്ട് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ പറ്റുള്ളൂ. അത്രയും ഗഹനമായ ചടങ്ങാണ് സംഹാര തത്വം എന്ന് പറഞ്ഞ ചടങ്ങ്. എളുപ്പമല്ല. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പിഴച്ചാൽ കുടുംബം ഉള്ള കാലം ദുരിതം തീരൂല.
ഇത് പേടിച്ച് വളരെ വൃത്തിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നവീകരണ ക്രിയ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞാൽ. കാരണം കാണുന്നവർക്ക് എന്താ, കുറച്ച് ആൾക്കാർ ഭസ്മക്കുരൊക്കെ ഇട്ട് തട്ടുകൊടുത്ത് അല്ലെ നല്ല കര മുണ്ട കൊടുത്ത് അങ്ങോട്ടും നടക്കുന്നു, എന്തൊക്കെയോ ഹോമിക്കുന്നു എന്നുള്ളതല്ല. കാരണം ഒരുപാട് പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. ഇത് ഈ രീതിയിൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാവണം. ആ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 41 ദിവസം മുന്നേ ക്രിയ ചെയ്യുന്ന ആള് ഇതേപോലെ ഉപാസനയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നത്. ആ സംഹാര തത്വം നമ്മൾ കഴിഞ്ഞ് ആ സംഹരിക്കുന്നതിന് മുന്നേ എന്ത് വേണം? ഈ അനുജ്ഞാ പ്രാർത്ഥന എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കുറെ പ്രാർത്ഥന ഉണ്ടെന്ന് ഉറക്കെ ചെല്ലില്ലേ, ശൃണ്വന്തു ദേവതാ സർവാൻ. അത് കഴിഞ്ഞാൽ അന്ന് പ്രതിഷ്ഠയുടെ തലേ ദിവസം 5-ാം ദിവസം ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഭക്തജനങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രം എന്താണ്, ഈ ക്ഷേത്ര ചൈതന്യം ജീർണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞത്? ഇവിടെ സ്വർണ്ണപ്രശ്നം വെച്ചു, ഇവിടെ നവീകരണത്തിന് ഭഗവാൻ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇല്ലേ, നിങ്ങൾ കേട്ടതല്ലേ ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങളുടെ അനുമതി വേണം. ഈ കമ്മിറ്റിക്കാരുടെയും ഭക്തജനങ്ങളും അനുമതി കൊടുത്താലേ തന്ത്രി എന്ത് ചെയ്യുള്ളൂ? സംഹരിക്കാൻ കയറുള്ളൂ ഉള്ളിലേക്ക്. അപ്പൊ നിങ്ങളുടെ ശക്തമായ പിന്തുണ ഉണ്ടാവണം. എങ്ങനെയാ പിന്തുണ ഉണ്ടാവുക? നാമം ജപിച്ചിരിക്കണം. ഈ ഉള്ളിൽ നടക്കുന്ന ക്രിയ തന്ത്രിക്ക് ഒരു തരത്തിലുള്ള അസ്വാസ്ഥ്യവും ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി. കാരണം രാവിലെ തലേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റുള്ളൂ, പിറ്റേ ദിവസം ക്രിയ കഴിഞ്ഞ തുള്ളി വെള്ളം കഴിക്കാൻ പറ്റുള്ളൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ. നമ്മളുടെ കൂട്ടമായ പ്രാർത്ഥന ആ സമയത്ത് ഇവിടെ നാമം ജപം എത്രത്തോളം നാമം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നാമം ജപിക്കണം. എന്നിട്ടാണ് സംഹാരം എന്ന് പറഞ്ഞ ക്രിയ അവിടെ നടക്കുന്നത്. പിന്നെ അവിടെ ബ്രാഹ്മണരോട് ക്രിയ അനുമതി ചോദിക്കും. ബ്രാഹ്മണരോട് ഈ തന്ത്രശാസ്ത്ര ക്രിയകളൊക്കെ എവിടെയാ പ്രതിപാദിച്ചത്? ആഗമാദി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഋഷീശന്മാർ ഇന്ന രീതിയിലൊക്കെ ചെയ്യാം. ക്ഷേത്രം പുനരുദ്ധരിക്കുമ്പോൾ ഈ പ്രതിഷ്ഠ വീണ്ടും പുനഃപ്രതിഷ്ഠ വളരെ ഭംഗി ചെയ്യുമ്പോൾ ഈ രീതികളൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ട്? ആഗമാദി ശാസ്ത്രങ്ങളിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ശാസ്ത്രങ്ങൾ പഠിച്ച ആളുകളെ അവിടെ ഇരുത്തിയിട്ട് അവർക്ക് ദക്ഷിണ നൽകിയിട്ട് അവരോട് ചോദിക്കും. ആഗമസ്യ എന്ന് ഒരു ശ്ലോകം ചൊല്ലാണ്ട് നമ്മളിത് ഈ ആഗമങ്ങളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ പ്രകാരം ഞാനിവിടെ ഇത് ചെയ്തോട്ടെ എന്ന് ആര് ചോദിക്കാണ്? ആചാര്യൻ ചോദിക്കുക. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഓം തഥാ ചെയ്യാം. അപ്പം അവിടെ ശാസ്ത്ര പണ്ഡിതന്മാരുടെ അനുമതി മേടിക്കുന്നു. കമ്മിറ്റി ഭാരവാഹികളുടെ, ഊരാളന്മാരുടെ, ക്ഷേത്രേശന്മാരുടെ, ഭക്തജനങ്ങളുടെ നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? നമ്മളെല്ലാവരും അനുമതി നൽകിയിട്ടാണ്, നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആചാര്യൻ എന്ത് ചെയ്യുന്നത്? ആ ക്രിയ അവിടെ ചെയ്യുന്നത്. പിന്നെ ഒരു ക്രിയ ഉണ്ട് അവിടെ, നട അടച്ചിട്ട് ഈ ക്രിയകൾ ചൈതന്യങ്ങളൊക്കെ ആ ഭഗവാന്റെ ആ കലശം, സംഹാരതത്വം എന്ന് പറഞ്ഞ കലശം അവിടെ അഭിഷേകം കഴിച്ചിട്ട് നട അടച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് അവിടെ. ആ സമയത്ത് ആരും ശ്രീകോവിൽ ഉണ്ടാവാൻ പാടില്ല. കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മന്ത്രത്തിനേക്കാൾ ഉപരി നമ്മളുടെയൊക്കെ പ്രാർത്ഥനയും നമ്മളുടെയൊക്കെ എന്താണ് ആ മനസ്സിൽ ഇത് ഭംഗിയാവണേ എന്നുള്ള സങ്കല്പത്തിന്റെയും ശക്തി കൊണ്ടാണ് അവിടെ നടക്കുന്ന സംഹാര തത്വം എന്ന് പറഞ്ഞ ആ ക്രിയകൾ നടന്ന് ആ ധ്യാന സങ്കോചം എന്ന് പറഞ്ഞ ക്രിയയുണ്ട്. ഈ മതിൽക്കകത്തുള്ള ചൈതന്യം തന്ത്രി ക്രമത്തിൽ, ആചാര്യൻ ക്രമത്തിൽ സംഹരിച്ച് വിഗ്രഹത്തിലുള്ള ആ വിഗ്രഹത്തിലേക്ക് ആക്കുകയും തുടർന്നത് ദേവവിഗ്രഹത്തിലെ ഹൃദയത്തിലേക്ക് ആക്കുകയും ആ ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വിശാലമായ ചൈതന്യം ആ ഹൃദയത്തിൽ ഒരു അഗ്നിജ്വാല പോലെ. അന്നപ്പോ നമ്മൾ കാണുന്ന വലിയ വിലക്കല്ലൊന്നുമില്ല. തന്ത്രിയുടെ മനസ്സിൽ അതൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ സംഹരിച്ചിട്ട് ആ ഹൃദയത്തിലേക്ക് ആക്കുകയും ആ വിഗ്രഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുമാണ് കലശത്തിലേക്ക് ആ ചൈതന്യം ആവാഹിക്കുന്നത്. ആ കലശമാണ് കാണാൻ നിങ്ങൾക്ക് ജീവകലശം തലയിൽ വെച്ചിട്ടേ കൊണ്ടുവരാൻ പാടുള്ളൂ. വല്ലാത്തൊരു സന്ദർഭമാണ്. ആ സമയത്ത് നമുക്കത് മനസ്സിലാവും. ആ ജീവകലശം ഇവിടെ ശയ്യയിലേക്ക് കൊണ്ടുവച്ച് ഉറക്ക നാമം ജപിച്ചിരിക്കാൻ നമ്മളെല്ലാവരും ഇത് ഭംഗിയാവാൻ വേണ്ടിയിട്ട്. ഈ ഭഗവാൻ പിന്നെ ഒരു ദിവസം സുഖവാസത്തിലല്ല, ആണോ? ശ്രീകോലത്ത് വളരെ ഗംഭീരമായിട്ട് ചൈതന്യം, ആ ചൈതന്യം നമ്മൾ സംഹരിച്ചിട്ട് ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം സംഹരിച്ചിട്ട് കലശപ്പാനിയിലേക്ക് ആക്കുകയാണ്, കലശത്തിലേക്ക്. ആ കലശമാണ് ശയ്യയിൽ ഇവിടെ കൊണ്ടുവെക്കുന്നത്. അത് അന്നപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഗോളക ചാർത്തുക എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടാവും. ഇവിടെ വന്ന് ഗോളക ഒരുക്കിയില്ലേ തൃശ്ശൂരിൽ നിന്ന്, പറവൂരിന് ആളുകൾ വന്നിട്ട്. എന്തുകൊണ്ടാ ഗോളക ചാർത്തുന്നത്? വിഗ്രഹത്തിന് ഒരുപാട് പൊട്ടുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ സംശയം ഉണ്ടാവും, എന്താണ് ഈ പൊട്ടിയ വിഗ്രഹം എങ്ങനെ വെച്ച് ആരാധിക്കാൻ പറ്റുമോ?
ശില്പശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട്, ജീവഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പൊട്ടുകൾ ഉണ്ടെങ്കിൽ ആ വിഗ്രഹം മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മാറാൻ പാടില്ലാത്തൊരു നിയമം കൂടി അവിടെ വരുന്നുണ്ട്. എങ്ങനെ? ഋഷീശ്വര പ്രതിഷ്ഠയാണെങ്കിൽ ഒരു കാരണവശാലും വിഗ്രഹം മാറാൻ പാടില്ല എന്നാണ്. എന്ത് പ്രതിഷ്ഠയാണെങ്കിൽ? ഋഷീശ്വര പ്രതിഷ്ഠയാണെങ്കിൽ, ആർഷ വിഗ്രഹമാണെങ്കിൽ. നമ്മൾ ഈ ദശാവതാര ക്ഷേത്രങ്ങളൊക്കെ ആരാ പ്രതിഷ്ഠിച്ചത്? നമ്മൾ കേട്ടത് പരശുരാമ പ്രതിഷ്ഠിതമായിരിക്കുന്ന പരശുരാമ മഹർഷിയോ അദ്ദേഹത്തിന്റെ താഴെയിലോ ഉള്ള ആ ഋഷി പരമ്പരയിലുള്ള ആളുകൾ ആരോ പ്രതിഷ്ഠിച്ചതാണ് ഈ വിഗ്രഹങ്ങൾ, ദശാവതാര ക്ഷേത്രങ്ങൾ. അപ്പൊ ഈ വിഗ്രഹത്തിന്റെ മുകളിലുള്ള ചൈതന്യമൊന്നും തിരിച്ച് പുതിയ വിഗ്രഹത്തിലേക്ക് ആക്കാനുള്ള കെൽപ്പുള്ള തന്ത്രിമാരൊന്നും എന്നുണ്ട് നമ്മൾക്കൊന്നും അങ്ങനത്തെ കഴിവില്ല. സത്യമാണ്. കാരണം നമ്മളെ ജീവിതം പരശുരാമനെ പോലെയാ ആണോ? നമ്മളെ ജീവിതം എന്നും ഹോമം കഴിച്ചിട്ടും ഒറ്റക്കാലത്ത് അവസ്ഥ ചെയ്തിട്ട് നിൽക്കുന്നവരാ നമ്മള്? അല്ല. നമ്മൾ എന്താ ചെയ്യും? നമ്മള് ഈ കാലഘട്ടത്തിൽ നമുക്ക് ജോലിക്ക് പോകേണ്ടി വരാം, ശരിയല്ലേ? ജോലിക്ക് പോകേണ്ടി വരാം. നമ്മൾ കുടുംബസ്ഥനാണ്, വിവാഹം കഴിച്ചിട്ടുണ്ട്, കുടുംബസ്ഥനാണ്, മറ്റൊരുപാട് മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഋഷി തുല്യമായ ജീവിതം നമുക്ക് നയിക്കാനാവൂ? ആവില്ല. കേമത്തം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്കാവൂല. നമുക്ക് എത്ര പേർക്ക് ആവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം ഇങ്ങോട്ട് ആവാഹിക്കാൻ പറ്റിയ ആളുകളൊന്നും ഇന്നില്ല. അതുകൊണ്ടാണ് എന്തു പറയുന്നത്, ആ വിഗ്രഹം കേടുപാടുകൾ തീർത്തിട്ട് ആ വിഗ്രഹത്തിലുള്ള അലങ്കാരങ്ങളും എല്ലാ കാര്യങ്ങളും കൊത്തിയ ഒരു പഞ്ചലോഹ നിർമ്മിതമായ ഗോളക ചാർത്തിയിട്ട് ഈ ജീവകലശം പൂർണ്ണ ചൈതന്യവത്താക്കിയിട്ട് പ്രതിഷ്ഠയുടെ സമയത്ത് ആ വിഗ്രഹത്തിൽ അഭിഷേകം കഴിക്കണം. അപ്പൊ ഒരു പുതിയ വിഗ്രഹത്തെക്കാൾ ശക്തിയായിരിക്കും എന്തിന്? ഈ വിഗ്രഹത്തിന് എന്നർത്ഥം. എങ്ങനെയാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടത്? റോഡ് സൈഡിൽ കൂടി പോകുമ്പോൾ നല്ലൊരു വിഗ്രഹം കാണുമ്പോൾ ആ വിഗ്രഹം എടുത്ത് പ്രതിഷ്ഠിക്കല്ല. പണ്ട് കാലത്ത് ക്ഷേത്രം ഉണ്ടാക്കണം തീരുമാനിച്ചാൽ ഊരാളനും തന്ത്രിയും ഈ ക്ഷേത്രശൻ എന്നൊക്കെ പറയുന്ന ഇവര് ശില്പി ഉണ്ടായ വിഗ്രഹം കൊത്തുന്നു. ഇവര് ശില്പി ഇവരെല്ലാവരും കൂടി ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ഒരു കലശപൂജ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ആ കലശത്തിന്റെ പേര് സ്വപ്ന കലശം എന്നാണ്. ഉപാസനയോടുകൂടി സ്വപ്ന കലശ അഭിഷേകം കഴിച്ച് ഇവര് 3 പേരും ക്ഷേത്രത്തിൽ അന്ന് ഉറങ്ങണം. പൊതുവെ ക്ഷേത്രത്തിൽ ഉറങ്ങാൻ പാടില്ല ആരും. നമ്മളൊന്നും ക്ഷേത്രത്തിൽ ഉറങ്ങാൻ പാടില്ല എന്ന് പറയാം. അന്ന് ക്ഷേത്രത്തിൽ ഉറങ്ങണം. അന്ന് ക്ഷേത്രത്തിൽ ഉറങ്ങി പിറ്റേ ദിവസത്തിന് മുന്നേ ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക് ഭഗവാൻ കാണിച്ചു കൊടുക്കും, ഇന്ന സ്ഥലത്ത് വിഗ്രഹത്തിന് പറ്റിയ ശില ഉണ്ട് എന്ന്. സ്വപ്ന കലശം അഭിഷേകം കഴിച്ച് ഉപാസനയോടുകൂടി നാമജപത്തോടുകൂടി വ്രതാനുഷ്ഠാനത്തോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ ഇരിക്കണം എന്നാണ് പറയാ. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ്, 1000 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ തോന്നിയ സ്ഥലത്തു നിന്ന് വിഗ്രഹം കൊത്തിക്കൊണ്ടുവന്നിട്ടാണ് ഈ ദശാവതാര ക്ഷേത്രങ്ങൾ തുടങ്ങിയ ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവാൻ സാധ്യത. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പാടുമോ? അതുപോലെ ഇന്ന് കിട്ടുമോ? ഇന്ന് നമുക്ക് അങ്ങനെ സാധ്യമാണോ? സാധ്യമല്ല. കാരണം ഈ ചൈതന്യം, അന്നേത്തെ ചൈതന്യം ഇങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞാലും പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദശാവതാര ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹർഷിമാരുടെ പ്രതിഷ്ഠയുള്ളിടത്ത് എന്ത് ചെയ്യാൻ പാടില്ല? വിഗ്രഹം മാറാൻ പാടില്ല എന്ന് പറയാൻ കാരണം. അപ്പം ഈ സംഹാരതത്വം കഴിഞ്ഞ് ശില്പി അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഗോളക ചാർത്തി വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് 29-നാണ് നമുക്ക് ശ്രീകോവിലൊന്ന് ക്ലീൻ ചെയ്യാനും വൈറ്റ് വാഷ് ചെയ്യാനും വൃത്തിയാക്കാനൊക്കെ കമ്മിറ്റിപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ നോൻപൊക്കെ എടുത്ത ആളുകൾക്ക് ഈ സംഹാരതത്വം കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാം, വൃത്തിയാക്കണം. ഇനി ഒരു നവീകരണം എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. നവീകരണം എന്ന് പറഞ്ഞൊരു യോഗമാണ്. കാരണം ഭഗവാന്റെ സമയമായാലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പം ഈ നവീകരണം കഴിയുന്നതോടുകൂടിയാണ് ഒന്ന് മാറ്റം കൂടുതലായിട്ട് ഈ ചൈതന്യത്തിന് മാറ്റം ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ക്രിയകളുടെ ഗൗരവം ചെറുതല്ല. അങ്ങനെ ഇവിടെ അന്ന് നമ്മൾ ഗോളക ചാർത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ശില്പിയിൽ നിന്നും നമ്മളിത് തിരിച്ചു വാങ്ങിയിട്ട് 2 സ്ഥലത്ത് ധ്യാനാദിവാസം എന്ന് പറഞ്ഞ ക്രിയയുണ്ട്. അന്ന് വൈകുന്നേരം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്നലെ ചെയ്ത ക്രിയകളൊക്കെ അന്ന് ചെയ്യാണ്. വീണ്ടും പ്രാസാദ ശുദ്ധി, അസ്ത്രകലശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശുദ്ധികൾ വീണ്ടും ആവർത്തിക്കുക. എന്താ? പണികളൊക്കെ വീണ്ടും നടന്നില്ലേ? വീണ്ടും നമ്മൾ പ്രതിഷ്ഠയുടെ മുന്നേ വീണ്ടും അവസാനമായിട്ട് എന്തെങ്കിലും തരത്തിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തീരാൻ വേണ്ടിയിട്ട് വീണ്ടും ശുദ്ധിക്രിയകൾ ചെയ്യുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഈ തന്ത്രി നേരത്തെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ നിന്നും സംഹരിച്ചെടുത്ത ആ ചൈതന്യത്തെ നാളെ ഈ വിഗ്രഹത്തിലേക്ക്, ഈ വിഗ്രഹമാകുന്ന ശരീരമാകുന്ന വിഗ്രഹത്തിലേക്ക് നമ്മൾ ആ ചൈതന്യമാകുന്ന കലശം അഭിഷേകം കഴിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാക്കണം. എന്തിനെ?
ശരീരത്തിനെ തയ്യാറാക്കണം, ഈ കലശത്തിനെ കലശം എന്താ കലശത്തിലുള്ളത്? ജീവനാണ്, ഭഗവത് ചൈതന്യമാണ്. ഈ രണ്ട് സ്ഥലത്തും ഒരേപോലെ ക്രിയകൾ നടക്കും. ധ്യാനാധിവാസം, ധ്യാനം കൊണ്ട് നമ്മൾ അതിനെ അധിവസിക്കുകയാണ്. എന്തുകൊണ്ട് അധിവസിക്കുന്നത്? ധ്യാനം കൊണ്ട്. അവിടെ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന ആ വിഷയങ്ങളെ കൊണ്ട്, ധ്യാനം കൊണ്ട് അവിടെ നമ്മൾ ആ ചൈതന്യവത്താക്കിയിട്ട് രണ്ട് സ്ഥലത്ത് ഒരേപോലെ ക്രിയകൾ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ മുഹൂർത്ത സമയത്ത് ഈ ജീവകലശങ്ങളൊക്കെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുകയും ശ്രീകോവിൽ ആ സമയത്ത് ക്രമത്തിൽ കുറെ കലശങ്ങൾ നിദ്രാപം ഈ സംഹാരതത്വം കഴിഞ്ഞാൽ ഒരു ദിവസം ഭഗവാൻ എവിടെയാണ് വസിക്കുക? അന്ന് രാത്രി ശ്രീകോവിലിനുള്ളിലല്ല. പ്രതിഷ്ഠയുടെ തലേ ദിവസം ഭഗവത് നമ്മൾ 29-നുള്ളിലേക്ക് കടക്കുമല്ലോ വൈകുന്നേരം. അപ്പൊ ശ്രീകോവിലേക്ക് നോക്കി തൊഴേണ്ട ആവശ്യമില്ല. ആ ചൈതന്യം എവിടെയുള്ളത്? ഇവിടെ ഇടത്തെ ഭാഗത്ത് ശയ്യാമണ്ഡപത്തില് ജീവകലശമായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് നമ്മൾ നോട്ടീസിൽ കലാപരിപാടികളും ഡാൻസും പാട്ടും ഒന്നും അന്ന് പറ്റില്ല പറയാൻ കാരണം. അന്ന് എന്താ വേണ്ടത്? അന്ന് നാമജപമാണ് വേണ്ടത്. ഈ ചൈതന്യത്തിനൊരു ലോപവും ഉണ്ടാവരുത്. ഈ ചൈതന്യത്തെ സംരക്ഷിക്കണം. ഈ കലശത്തിനൊരു ഭംഗവും ഉണ്ടാവരുത്. അവിടെ നമ്മളൊരു നിദ്രാ കലശ പൂജ നമ്മൾ അവിടെ പൂജിക്കും. നിദ്രാ കലശ പൂജ അവിടെ പൂജിക്കാറുണ്ട്. അപ്പൊ ഈ ഭഗവത് ചൈതന്യത്തിന് ഒരു പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം ചെയ്ത ഈ ജീവകലശമാണ് പ്രതിഷ്ഠയുടെ മുഹൂർത്ത സമയത്ത് വീണ്ടും നമ്മൾ പ്രതിഷ്ഠയുടെ മുഹൂർത്തം നിങ്ങൾ വായിക്കണം. കമ്മിറ്റിപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാണ്? പ്രതിഷ്ഠാ മുഹൂർത്തം അവിടെ വായിക്കട്ടവർ പറഞ്ഞാലാണ് അവിടെ എന്ത് ചെയ്യുക? തന്ത്രി പ്രതിഷ്ഠയുടെ ചടങ്ങ് ചെയ്യുക. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രം നമ്മൾ അന്ന് വൈകുന്നേരം നട അടയ്ക്കും. 30-ാം തീയതി വൈകുന്നേരം നട അടച്ചാൽ പിന്നെ 3-ാം തീയതിയെ നട തുറക്കുകയുള്ളൂ. നട അടച്ച് നമ്മളാരും പോകുന്നില്ല. എന്തിനാണ് നമ്മൾ ഈ നട അടയ്ക്കുന്നത്? ധ്യാനത്തിലൂടെയാണ് ഇതിന്റെ ചൈതന്യം വികസിക്കുക എന്നുള്ളതാണ്. ശ്രീകോവിലിൽ എപ്പോഴും ശ്രീകോവിലിൽ നമ്മളുടെ സൗകര്യത്തിനല്ല. നമ്മളൊക്കെ പറയും, ഞാനടക്കം പറയും, ചില ശ്രീകോവിലത്ത് കയറി ഇരിക്കാനും സൗകര്യമില്ല, പൂജാപാത്രം വെക്കാനും സൗകര്യമില്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് അവിടെ ശ്രദ്ധിച്ചില്ല തലമുട്ടും, ഇറങ്ങാൻ ഒക്കെ പ്രയാസമാണ്. കാരണം എന്താ? ഇതിന്റെ പേരെന്താ? ഗർഭഗൃഹം എന്നാണ്. ഈ ഗർഭഗൃഹത്തിൽ നിന്നുമാണ് ചൈതന്യം വിശാലമായ സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നത്. അതിന് കണക്ക്, ഈ വാസ്തുപ്രകാരമുള്ള കണക്ക് വളരെ കൃത്യമാവണം. ഇങ്ങനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം നമ്മൾ അവിടെ പുതിയ പൂജാപാത്രം, ഇന്ന് ഒരാൾ പൂജാപാത്രമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ആ പൂജാപാത്രം, നിവേദ്യം, പായസം ഒരു 3 ഉരുളികളിലാക്കി എണ്ണ, നെയ്യ്, വെളിച്ചെണ്ണയൊക്കെ തുടങ്ങിയ വിളക്കുകളൊക്കെ വെച്ചിട്ട് ഭഗവാന്റെ ധ്യാനത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നട അടയ്ക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ 3 ദിവസം നമ്മൾ ആരും ഉള്ളിലേക്ക് കയറി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. തന്ത്രിയായാലും ആരായാലും ഈ ധ്യാനത്തിലൂടെ ഭഗവത് ചൈതന്യം പൂർണ്ണമാകേണ്ടതുണ്ട്. അതിനുള്ള സമയമാണ് 3 ദിവസം. ആ 3 ദിവസമാണ് നമ്മളിവിടെ പുറത്ത് എന്ത് ചെയ്യുന്നത്? പരിവാര പ്രതിഷ്ഠകളൊക്കെ ചെയ്യുന്നത്. വലിയ ബലിക്കല്ലിന്റെ പ്രതിഷ്ഠ, അതേപോലെ ഇവിടെ ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, സോമൻ, വൈശ്രവണൻ, ഈശാനൻ, സപ്തമാതൃക്കള് വലിയ ബലിക്കല്ലൊക്കെ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. അപ്പൊ ഈ പ്രതിഷ്ഠ കഴിഞ്ഞ് മറ്റു ഹോമങ്ങളെല്ലാം വീണ്ടും നമ്മൾ പ്രായശ്ചിത്തം, ഇന്ന് നടത്തിയ ഹോമങ്ങളൊക്കെ മെയ് 2-ാം തീയതി വീണ്ടും നടത്തും. വീണ്ടും നടത്തുന്നത് ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ പോവാനുണ്ടെങ്കിൽ അത് വീണ്ടും 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 ഇതൊക്കെ ആവർത്തിക്കുകയാണ്. പ്രതിഷ്ഠ കഴിഞ്ഞ് നട തുറക്കുന്ന 3-ാം ദിവസം മെയ് 3-ാം തീയതി രാവിലെ 5 മണിക്ക് നട തുറക്കുമ്പോഴുള്ള ആ ദർശനം ഉണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും പിന്നെ കിട്ടില്ല. പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള പ്രതിഷ്ഠയുടെ അന്ന് ഏപ്രിൽ 30-ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ചൈതന്യത്തോടു കൂടിയുള്ള ഭഗവത് ദർശനവും 3 ദിവസം നമ്മൾ അടച്ചതിന് ശേഷം എല്ലാ ക്രിയകളും ചെയ്ത് മെയ് 3-ാം തീയതി നമ്മൾ തുറക്കുമ്പോഴുള്ള ദർശനം, അതിനെല്ലാവരും രാവിലെ 5 മണിക്ക് മുന്നേ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് എന്തെങ്കിലും ഒന്ന് ഭഗവാന് കാണിക്കയായിട്ട് കൊണ്ടുവന്ന് ആ ദർശനം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ദർശനമാണെന്നാണ് പറയുന്നത് ഋഷീശ്വരന്മാര്. അപ്പൊ അന്നത്തെ ദിവസമാണ് നമ്മൾ ഈ നവീകരണം അവസാനിക്കുന്നത്. നവീകരണം അവസാനിക്കുന്നില്ല, അന്ന് കുറെ ക്രിയകൾ ചെയ്യാനുണ്ട്. അന്ന് കുറെ ഈ ചതുർത്ഥ ബ്രഹ്മകലശമൊക്കെ ഉണ്ട്. അതിന്റെ തലേദിവസം മണ്ഡപത്തിൽ ഇവിടെ വാതിൽമരത്തിൽ ഒരുപാട് ദ്രവ്യങ്ങളെ കൊണ്ട് പൂജിച്ചതായ ദ്രവ്യങ്ങൾ ഇട്ട് പൂജിച്ച ചക്കയും മാങ്ങയും ഉറുമാമ്പഴവും അതേപോലെ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ ഇട്ട് പൂജിച്ചതായ ദ്രവ്യകലശങ്ങള് അഭിഷേകം കഴിക്കുകയാണ് ഭഗവാൻ. അഭിഷേകം കഴിച്ച്
ആ അഭിഷേക തീർത്ഥം ക്ഷേത്ര പരിസരത്തൊക്കെ സ്പർശിച്ചതിന് ശേഷം അവസാനം ഒരു ശ്രീഭൂതബലിയുണ്ട്. ആ ശ്രീഭൂതബലിയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? നവീകരണം പൂർണ്ണമാവുകയുള്ളൂ. ഇത് ഈ നവീകരണത്തിന്റെ ക്രിയകൾ ഇങ്ങനെ പറഞ്ഞു. ഇനി നവീകരണം കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നവീകരണം കഴിഞ്ഞു. ഇതാരാ? ഈ ചൈതന്യം ഒരു ദോഷമില്ലാത്ത രീതിയിൽ കൊണ്ട് നടക്കേണ്ടത് ആരാ? നമ്മൾക്കാണ് ഉറപ്പുണ്ടാവേണ്ടത്. ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കുമാണ് നമ്മളാണ് ഉറപ്പിക്കേണ്ടത്. നമ്മള് ഒരു വർഷക്കണക്കിന്, ഒരു വർഷം നല്ല, ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണം തുടങ്ങി അനവധി വർഷങ്ങളായി. അപ്പൊ അക്കാലഘട്ടത്തിൽ ജീർണോദ്ധാരണത്തിന് മുന്നിൽ നിന്ന ചില ആളുകളൊന്നും ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. നമ്മൾ അറിഞ്ഞ് നമ്മളും കൂടെ കൂടി ജീർണോദ്ധാരണങ്ങളൊക്കെ കഴിഞ്ഞ് ചൈതന്യം പൂർണ്ണമാക്കി ഈ നവീകരണം പുനഃപ്രതിഷ്ഠയും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കേണ്ടത് ക്ഷേത്രത്തിലെ ശാന്തി കഴിക്കുന്ന ആളുകള്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, ഭക്തന്മാര് നമ്മളെല്ലാവരുമാണ്. ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ശുദ്ധാശുദ്ധങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. എന്താണ് ശുദ്ധം, എന്താണ് അശുദ്ധി, അതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 2 ശുദ്ധമുണ്ട് അമ്പലത്തിന്, ക്ഷേത്രത്തിന്. പൂജ കഴിച്ചാൽ നിങ്ങൾക്ക് പ്രസാദം തരും. അല്ലെങ്കിൽ അമ്പലത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞ് ഭണ്ഡാരത്തിൽ ക്ഷേത്രത്തിൽ കാണിക്ക സമർപ്പിച്ച് തിരുമേനിക്ക് ദക്ഷിണ നൽകി നമ്മൾ പ്രസാദം വാങ്ങില്ലേ? ചന്ദനം പൂവും വാങ്ങി കഴിഞ്ഞു എന്ന് വിചാരിക്കുക, കുറി തൊട്ടു. പിന്നെ നമ്മള് പൂജയ്ക്ക് ഉപയോഗിക്കാനുള്ള വേറൊരു വസ്തു പോയി കൈകൊണ്ട് തൊടരുത്. എന്താവും? നിർമാല്യമാവും. എന്താവുക? നിർമാല്യം. അതായത് പൂജ കഴിച്ചിട്ട് ഒരു ഗണപതി ഹോമത്തിന്റെ പ്രസാദം നമ്മൾ കഴിച്ചു, നമ്മൾ പോയി കൈ കഴുകണം. ചന്ദനം തൊട്ടു, നമ്മൾ കൈ കഴുകണം. നിങ്ങൾ പൂജ കഴിക്കുമ്പം ഈ തിരുമേനിമാരുടെ മുന്നിലൊക്കെ 2 കിണ്ടി ഉണ്ടാവും. കിണ്ടികൾ 2 ഉണ്ട്. ഒരു ഇടത്തെ കിണ്ടിയും വലത്തെ കിണ്ടിയും. വലത്തെ കിണ്ടിയിലെ തീർത്ഥമാണ്, അത് തീർത്ഥാണ്. ഇടത്തെ കിണ്ടിയിലെ തീർത്ഥമല്ല, വെറുതെ ഒരു വെള്ളം. എന്തിനറിയോ? ചില സന്ദർഭങ്ങളിൽ നമ്മൾ കയ്യിൽ ശുദ്ധം മാറിയാൽ കൈ കഴുക ഇടത്തെ കിണ്ടിയിലെ വെള്ളം കൊണ്ടാണ്. അപ്പൊ ഇടയ്ക്ക് നമ്മളെ കൊതു കടിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ചൊറിയാൻ തോന്നും. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവ കൈ കൊണ്ട് പിന്നെ പൂ കൊടുത്ത് ആരാധിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകണം. ഈ ശുദ്ധം നമ്മൾ കീപ്പ് ചെയ്യണം. പുലവാലായ്മ ഉള്ള സമയത്ത് ക്ഷേത്രത്തില് വരാൻ നമുക്ക് പാടില്ല. ക്ഷേത്രത്തിന്റെ ചിട്ടകള്, ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത് തൽക്കാലം ഏതെങ്കിലും ഒരു കാലത്തേക്കാണോ? കൽപ്പാന്ത കാലത്തോളം ഈ നാടിനെയും നമ്മളെ ഗ്രാമത്തെയും ദേശത്തെയും എല്ലാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ തന്ത്രി പ്രതിഷ്ഠിക്കുന്നത്. ഈ തന്ത്രി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്റെ പ്രാണന്റെ ഒരു ഭാഗം അവിടെ ആചാര്യൻ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുക. എന്താ പറയുക? പ്രാണപ്രതിഷ്ഠ. അതുകൊണ്ടാണ് തന്ത്രി ദേവന്റെ പിതൃസ്ഥാനീയനാണ് എന്ന് നമ്മൾ പറയുന്നത്. തന്ത്രി ദേവന്റെ ആരാണ്? പിതൃസ്ഥാനീയനാണ് എന്ന് പറയുന്നത്. അപ്പം ഈ തന്ത്രി ആചാര്യൻ ഒക്കെ പറഞ്ഞ ഇങ്ങനെ ശ്ലോകം ചെല്ലുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ പേരിൽ തന്ത്രി ഉണ്ടായിട്ടോ അല്ല ഇന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. എന്തും കൂടി വേണം, നമ്മളെ ജീവിതത്തിൽ ആ ചിട്ട നമ്മൾ പാലിക്കുന്നുണ്ടോ നോക്കണം. എന്താ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പല്ല് വെച്ച് കുളിക്കാനുള്ള ബെഡ് കോഫി കഴിക്കുന്ന സമ്പ്രദായം അല്ല ഈ ജീവിത രീതി. ആണോ? അല്ല. എളുപ്പമൊന്നല്ല. രാവിലെ എഴുന്നേറ്റ ഒരു 2 മണിക്കൂർ പണിയുണ്ട്. രാവിലെ ഇപ്പൊ എനിക്ക് ഇപ്പൊ സ്കൂളിൽ പോകണമെങ്കിൽ 9 മണിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഒരു 7 മണി മുതൽ എനിക്ക് പണിയുണ്ട്. എന്താ പണി? എന്റെ ഉപാസനാ കാര്യങ്ങൾ ഞാൻ ചെയ്യണം. കാരണം നമ്മളൊരു സ്ഥലത്ത് പോയി ക്രിയകൾ ചെയ്യുമ്പോൾ അത് ഭംഗിയാവണമെങ്കിൽ, ഏറ്റവും ഉദാഹരണം പറയാം, നമ്മൾ ദക്ഷിണ കൊടുത്തു തിരുമേനിക്ക്, തിരുമേനി അനുഗ്രഹിക്കുന്നില്ലേ? സ്വസ്തി ആയുഷ്മാൻ ഭവ അല്ലെ, മംഗളം ഭവതു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നില്ലേ? ഈ അനുഗ്രഹിക്കണമെങ്കിൽ തിരുമേനിയുടെ കയ്യിൽ എന്തെങ്കിലും സാധനം വേണ്ടേ? എന്ത് സാധനം? കാണുന്ന സാധനമല്ല, ഉപാസനയിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത അനുഗ്രഹ കല ഉണ്ടാവണം. അപ്പൊ ആ കലയ്ക്ക് നമുക്ക് എന്തൊക്കെ വേണം? പൂർവികന്മാര് ഒരു നിഷ്ഠകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം കൃത്യമായിട്ട് സന്ധ്യാവന്ദനങ്ങൾ ചെയ്യണം. ഇനി ടൂറ് പോവുകയാണെങ്കിലും ശരി, എവിടെ യാത്ര പോവുകയാണെങ്കിലും ശരി, ട്രെയിനിൽ 3 ദിവസം നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണെങ്കിലും ശരി, ഏകദേശം വൈകുന്നേരമായ മൊബൈലിൽ വടക്കു നോക്കി യന്ത്രം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ദിക്ക് ഏകദേശം മനസ്സിലാക്കിയിട്ട് ട്രെയിനിൻ്റെ ഉള്ളിലെങ്കിലും ചടങ്ങിനെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ വിശദമായിട്ട് തിരിച്ചു വന്നിട്ട് അത് ആവർത്തിക്കണം. നമ്മൾ ഈ സത്യം എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയോ?
ഉപനയനം ചെയ്യുമ്പോഴാണ്. പൂണൂലിടുന്ന ഒരു സമ്പ്രദായമുണ്ട്, ഉപനയനം. പിതാവിൽ നിന്നും ഗായത്രി മന്ത്രം, അച്ഛന്റെ അടുത്തുനിന്ന് ഗായത്രി മന്ത്രം ഉപദേശിക്കുക, സത്യം ചെയ്യാണ്. പൂണൂലിട് വെറുതെ ഒരു നൂല് കടയിൽ നിന്ന് പൂജാശ്വരന്ന് വാങ്ങിയിടുന്നതല്ല. എന്താണ് ഈ പൂണൂലിനൊരു മഹത്വമുണ്ട്. ഇത് ഞാൻ മരിക്കുന്നത് വരെ സംരക്ഷിച്ചു കൊള്ളാം. ആ അച്ഛന് കൊടുക്കുന്ന, അല്ലെ നമ്മുടെ ഗുരുനാഥന് കൊടുക്കുന്ന ആ ഉറപ്പ്, ആ സത്യം ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ പരിപാലിച്ചാലേ എന്തുണ്ടാവുള്ളൂ? ഈ പൂജ കഴിക്കുമ്പോഴൊക്കെ ഇതിന്റെ ഗുണം ഭക്തന്മാർക്കും കിട്ടുള്ളൂ. പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലായില്ലേ? നമ്മൾ ആരും കേമന്മാരല്ല. പക്ഷെ എന്താണ്, ഈ ഓരോ സമ്പ്രദായത്തിന് വേണ്ടിയിട്ട് ഈ ചിട്ടകളൊക്കെ പരിപാലിക്കേണ്ട ആളുകളായതുകൊണ്ട് നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ട് ഈ ചടങ്ങുകൾ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങളുടെയും കൂട്ടമായ പ്രാർത്ഥന. ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താണ്? കലിയുഗത്തില് കൂട്ടമായ സംഘേ ശക്തി കലൗ യുഗേ എന്നാണ് പ്രമാണം. ഈ കലിയുഗത്തിൽ എന്താണ്? സംഘശക്തിക്കാണ് പ്രാധാന്യം. എന്താ സംഘശക്തി? കൂട്ടമായിട്ടുള്ള പ്രവർത്തനം. ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കൂട്ടമായിട്ട്, അങ്ങനെ പറയാൻ കാരണം എന്താ? കലിയുഗത്തില് വ്യക്തിപരമായിട്ടുള്ള ഉപാസനയും വലിയ തപസ്സുള്ള ആളുകളൊക്കെ എണ്ണം കുറയുന്നതാണ്. അപ്പൊ ഒരുമിച്ച് നമ്മളെല്ലാവരും കൂടി ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നാമം ജപിക്കുമ്പോഴും എന്താ ഗുണം? അതിനുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. അപ്പം ഈ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് ഇനി വേറൊരു കാര്യം കൂടി പറയാം. നോക്കൂ, ഇനി ഈ ക്ഷേത്രം വഴി ഇനി നമുക്ക് എന്താ വേണ്ടത്? അതുകൂടി നമ്മൾ ചിന്തിക്കണം. ക്ഷേത്രം നാശത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന സങ്കേതമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ? ഈ ക്ഷേത്രത്തിൽ എങ്ങനെ നമ്മളെ നാശത്തിൽ നിന്ന് നമ്മളെ സമൂഹത്തെ രക്ഷിക്കുക? അറിവ് പകർന്നു നൽകുന്ന സങ്കേതമാവണം ഓരോ ക്ഷേത്രങ്ങളും. എന്താണ്? കേവലം ഒരു പുഷ്പാഞ്ജലി കഴിച്ച്, ത്രിമധുരം കഴിച്ച്, ഗണപതി ഹോമം കഴിപ്പിച്ച്, പ്രസാദം കഴിച്ച് പ്രാർത്ഥിച്ചു പോകുന്നതോട് കൂടെ അത് മാത്രമല്ലാതെ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ്? സനാതന ധർമ്മം എങ്ങനെയാണ് പുലരുന്നത്, മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാ? നമ്മളെ വീടുകളിൽ നിന്നുള്ള മുത്തശ്ശിമാരൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നതായ കാര്യങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? നമ്മൾ എവിടെങ്കിലും ധർമ്മ പഠനശാലയിൽ പോയിട്ട് ട്യൂഷൻ കിട്ടിയിട്ടാണോ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തിരുമേനിയെ തൊടാൻ പാടില്ല, ട്യൂഷന് പോയിട്ടാണ് പഠിച്ചത് അല്ല. ക്ഷേത്രത്തിൽ അങ്ങനെ ബലിക്കലിന്റെ അപ്പുറത്ത് കൂടി പോകരുത്, ഇതൊക്കെ നമുക്ക് അറിവുള്ളവര് പറഞ്ഞു തരികയാണ്, അല്ലേ? ഇനി നമ്മളെ ക്ഷേത്രത്തിൽ വേണ്ടത് എന്താന്ന് എന്റെ മനസ്സിലുള്ള കാര്യം പറയാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മള് ഇവിടെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും നവീകരണം ഒക്കെ കഴിഞ്ഞ് ചൈതന്യം പൂർവാധികം ശക്തിമത്തായി. വേണ്ട കാര്യം, നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്താണ് ക്ഷേത്രമെന്നും നമ്മുടെ സംസ്കാരം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വഴി നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ വഴി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള സങ്കേതമായിട്ട് ഓരോ ക്ഷേത്രങ്ങളും മാറണം. വീണ്ടും കൂടി നമ്മുടെ ക്ഷേത്രങ്ങൾ, പണ്ട് കാലത്ത് നമ്മളെ ക്ഷേത്രങ്ങളെല്ലാം നമ്മളുടെ അറിവുകൾ നമ്മളെ തലമുറകളിലേക്ക് പകർന്നു നൽകിയത് ക്ഷേത്രങ്ങൾ വഴിയാണ്. കലയായാലും ആധ്യാത്മിക കാര്യങ്ങളായാലും എല്ലാം പകർന്നു നൽകിയത് ക്ഷേത്രങ്ങൾ വഴിയാണ്. എന്താണ് നമ്മുടെ പുരാണമെന്നും എന്താണ് നമ്മുടെ ഇതിഹാസങ്ങളെന്നും ചോദിച്ചാൽ നമ്മളെ കുട്ടികൾക്ക്, ഹിന്ദു സമാജത്തിലുള്ള കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട സ്ഥലമാണ് ക്ഷേത്രങ്ങൾ. അപ്പൊ അതുകൊണ്ട് അതിനുള്ളൊരു സംവിധാനം എങ്ങനെയാ നടക്കുക? കുറെ അറിവുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. തലമുറയിലുള്ള ആളുകള് ക്ഷേത്രത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ഷേത്രത്തിൽ വന്നാൽ നമ്മളെ കുട്ടികൾക്ക് ഈ കാലഘട്ടം മാറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ സൗകര്യമുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു കലാപഠനത്തിനുള്ള ഒരു അവസരം വെക്കുക. അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു സത്സംഗം. സാമ്പത്തികമൊന്നും ഇതിന് ചെലവില്ല, ഒരു സാമ്പത്തിക ചെലവുമില്ല. അങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അറിവ് പകർന്നു നൽകണം. കാരണം ആധ്യാത്മികമാണെങ്കിലും ദൈവികമാണെങ്കിലും ഒക്കെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ പേര് സനാതന ധർമ്മം എന്നാണ്. അത് നമ്മൾ മറക്കരുത്. ഒന്നിനു വേണ്ടിയിട്ട്, കാരണം ഇത് അറിയാത്തത് കൊണ്ടുള്ള വിഷയമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് നിർത്താം. ഒരിക്കലൊരു റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് ഒരു ഓണക്കാലത്ത് ഒരു ഓണത്തിന്റെ ഒരു പരിപാടി, ഓണാഘോഷം ഉണ്ടായി. അതിന്റെ ഒരു ആശംസ പറയാൻ വിളിച്ചപ്പം പോയി, നമ്മുടെ നാട്ടിൽ തന്നെ. അപ്പൊ അവിടെ ഒരു വാർഡ് മെമ്പർ വന്നിരുന്നു. വാർഡ് മെമ്പർ അദ്ദേഹം വന്നിട്ട് ആശംസ ഒക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്,
അദ്ദേഹം പറഞ്ഞു എന്താണ്, ഓരോ ചവിട്ടി താഴ്ത്തലുകളും ഉയർത്തെഴുന്നേൽപ്പിന്റെ ലക്ഷണാണ്, അതാണ് ഓണം എന്ന്. എത്ര കണ്ട് നിങ്ങൾ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും ഞാൻ താന്നു പോകൂല, ഞാൻ പൊന്തി വരും എന്നാണ് ഓണത്തിന് മാവേലി പറയുന്ന സന്ദേശം. അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവണം എന്ത് വാമനമൂർത്തി ചവിട്ടി താഴ്ത്തി കുഴിച്ചിട്ടാണ് ആരെ മഹാബലിയെ. അപ്പൊ എല്ലാരും കൂടി കയ്യടിച്ചു. അയാള് ഗംഭീര പ്രാസംഗികനാ, ഗംഭീരായിട്ട് പൊട്ടന്മാരായ ആളുകൾ എല്ലാവരും കയ്യടിച്ചു. എന്താ പൊട്ടന്മാരായ പറയാൻ കാരണം? അതാണോ ഓണത്തിന്റെ സംസ്കാരം? ആണോ ഓണം? അതാണോ? അല്ല, ഒരു സംശയമല്ലേ. എവിടെ ഇതിനെ കുറിച്ച് പറഞ്ഞത്? ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്. ഭാഗവത പുരാണത്തിൽ എന്താണ് ഓണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്തരം കഴിഞ്ഞ 2 വർഷം മുന്നേ തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓണം എന്ന് പറയാം, ഏതോ ഒരു സപ്താഹത്തിനിടയ്ക്ക് ഏതോ ഒരു ചിന്മയാ മിഷനിൽ നടന്നൊരു സപ്താഹത്തിൽ ഒരു സ്വാമിജി പറഞ്ഞു എന്താണ്, വാമന ജയന്തിയാണ് ഓണം. അമ്പ തുടങ്ങിയില്ലേ. അന്നപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ രാഷ്ട്രീയക്കാരൊക്കെ എന്താണ് പറയാൻ തുടങ്ങി, സവർണ ഫാസിസമാണ്. എന്താ അതിന്റെ ലക്ഷണം? പൂണൂലേ. ആർക്കാ ലക്ഷണം ഉള്ളത്? വാമനമൂർത്തിക്ക് പൂണൂലുണ്ട്. മറ്റയാൾ ആരാ? മറ്റയാൾ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട അസുരനാണ്. ആര്? ബലി മഹാരാജാവ്. ഇത്തരത്തിൽ വളഞ്ഞ് വക്രപരമായിട്ട് നമ്മളെ സംസ്കാരത്തെ വളച്ചൊടിക്കാൻ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതല്ല ഓണം എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് അറിവ് കിട്ടണ്ടേ. എന്താ ഓണം? എന്താ? വിശ്വജിത്ത് എന്ന യാഗത്തില് ഭഗവാൻ ഓരോ അവതാരം എടുത്തത്, കൂർമാവതാരം എടുത്ത് എന്തിനാന്നുള്ളത് നേരത്തെ പറഞ്ഞു അല്ലേ. പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതം താന്നു പോകുന്ന സമയത്ത് അതിനെ തടുത്തു നിർത്താൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു. പിന്നെ ഗീതയിൽ പറയുന്നുണ്ട് ഒരു യോഗിയുടെ ലക്ഷണം എന്താന്ന് അർജുനൻ ചോദിക്കണം ഭഗവാനോട്. അപ്പം ഭഗവാൻ പറയുന്നു കൂർമോങ്കാനി സർവശഃ. ഒരു യോഗി എങ്ങനെയാന്ന് മനസ്സിലാവണമെങ്കിൽ ആമയെ നോക്കിയാൽ മതി എന്നാ പറയുന്നത്. എന്താ? തന്നെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ, അത് മറ്റു വിഷയങ്ങളിലേക്കുള്ള ശ്രദ്ധയെല്ലാം പിൻവലിഞ്ഞ് അവനവന്റെ കാര്യത്തിലേക്ക് മാത്രം തപസ് ചെയ്യുന്ന ആളെയാണ് യോഗി എന്ന് പറയാ. അപ്പൊ ഓണത്തിലേക്ക് വരാം. ഓണത്തിന് അവർ പറഞ്ഞു ഈ വാമനമൂർത്തി വിശ്വജിത്ത് എന്ന യാഗം നടത്തുകയാണ്. ആ യാഗവേളയിൽ ആരാ അവതരിച്ചത്? വാമനമൂർത്തി അല്ല, ബലി മഹാരാജാവ് യാഗം നടത്തി. അവിടെ വാമനമൂർത്തി അവതരിച്ച സമയത്ത് ചോദിച്ചു, അപ്പൊ നിങ്ങളും കേട്ടിട്ടുണ്ടോ? എന്താ ചോദിച്ചത്? എത്ര അടി മണ്ണ് വേണം? 3 അടി മണ്ണ് മതി. അപ്പം ബലി മഹാരാജാവിന് ഒരു ചമ്മൽ. എന്താ? ഏറ്റവും വലിയ ദാനം കൊടുക്കുന്ന ആൾ ആരാ? ഞാനാണ്. എന്നെക്കാൾ വലിയൊരു കാമന് വേറെ ഇല്ല. ആ വ്യക്തി ബലി മഹാരാജാവ് വളരെ ദാനധർമ്മിഷ്ടങ്ങൾ ഏറ്റവും കേമനായിരുന്നു, സംശയമല്ല. അതുകൊണ്ടല്ല അദ്ദേഹത്തിന് മഹാബലി എന്ന് പേര് വന്നത്. വലിയൊരു ത്യാഗിയാണ്. ബലി എന്ന് പറഞ്ഞാൽ എന്താ? ത്യാഗി എന്നാണ് അർത്ഥം. മഹാബലി എന്ന് പറഞ്ഞാൽ മഹാത്യാഗി എന്നാണ്. അപ്പൊ എങ്ങനെ ആ ബലി മഹാരാജാവിനോട് ചോദിച്ച സമയത്ത് വേണ്ട, വേറെ എന്ത് വേണമെങ്കിലും തന്നോളാനൊക്കെ പറഞ്ഞു. പക്ഷെ പോരാ, അവസാനം വാമനമൂർത്തി ഒന്നും വേണ്ട, എനിക്ക് എന്താ വേണ്ടത്? 3 അടി മണ്ണേ വേണ്ട. അവസാനം നിവൃത്തിയില്ലാതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഭഗവാന്റെ രൂപം കൊണ്ട് മാറിയുന്ന ആ രൂപം വലുതായി അജാന ബാഹുവായി വിരാട് പുരുഷ രൂപത്തിലായിട്ട് അവിടെ 2 അടി അളന്നപ്പോ 3ാമത്തെ അടി അളക്കാൻ സ്ഥലമില്ല. അന്നപ്പോ ആർക്ക് മനസ്സിലായി? ബലി മഹാരാജാവിന് മനസ്സിലായി ഞാനാണ് ഏറ്റവും കേമൻ എന്നുള്ള ധാരണ നമുക്കൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങളിലേ അല്ലേ. ഞാൻ വിചാരിക്കുക ഈ കാര്യത്തിൽ ഞാനാ കേമൻ, എന്നെക്കാൾ വലിയ ആരും ഇല്ലാന്ന് തോന്നി എന്റെ നാശം അവിടെ തുടങ്ങി. ഓരോ കാര്യങ്ങളിലും ആ ബലി മഹാരാജാവിന്റെ ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടാണ് ആര് അവതരിച്ചത്? ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ അതിന് പ്രമാണം പറയുന്നുണ്ട്. എന്താ പ്രമാണം? ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്രധാരാധ്യാഹ തുടങ്ങുന്ന ഒരു ശ്ലോകം എവിടെണ്ട്? ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്. ആരെങ്കിലും തെങ്ങും ചാരി നിൽക്കുന്ന തൂണും ചാരി നിൽക്കുന്ന ആള് പറയുന്നതല്ല സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം. ഇവിടെ തൂണ് ചാരിക്കുന്ന ആളല്ല ഉദ്ദേശിച്ചത്. പൊതുവെ ആരെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതല്ല നമ്മുടെ മഹത്തായ സംസ്കാരത്തിന്റെ അടിസ്ഥാനം. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞാൽ പോരാ, നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ കുട്ടികൾക്ക് എവിടുന്നാ കിട്ടുക? ക്ഷേത്രങ്ങൾ വഴി കൊടുക്കണ്ടേ? അല്ലെ വീടുകളിൽ നിന്ന് ഒരുമിച്ച് നാമം ജപിക്കുന്ന സമയത്ത് ഈ കഥകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് നമ്മളെ സമൂഹം വളർന്നു വരിക. അവരെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് ഓണത്തിന്റെ ഐതിഹ്യം. വേറൊരു കാര്യം കൂടി പറയാം. ഈ തൃക്കാക്കര വാമന ക്ഷേത്രത്തിൽ എന്നാണ് അവിടുത്തെ ഉത്സവം? എന്നാണ് ശ്രാവണ മാസത്തിലെ തിരുവോണത്തിനാണ്. ശ്രോണായാം ശ്രാവണ മാസം, ശ്രവണദ്വാദശ്യാം അഭിജിത്ത് മുഹൂർത്തെ ശ്രാവണ മാസത്തില് തിരുവോണ നക്ഷത്രത്തിൽ
എല്ലാ നക്ഷത്രങ്ങളും ശുഭകരമായിരിക്കുന്ന അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിൽ ആരവതരിച്ചു? വാമനമൂർത്തി അവതരിച്ചു. അതാണ് ഓണം എന്ന് പുരാണത്തിൽ പറയുന്നു. ഇതൊന്നും അറിയാതെയാണ് ഇവര് ഈ സോഷ്യൽ ആയിട്ടുള്ള ചില ആള് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ല കേമത്തോ ലൈക്കും കമന്റും ഒക്കെ കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളെ പോലത്തെ ആളുകൾ കൈയടിക്കുമ്പോൾ കാണുന്ന ഒരു സങ്കടം. കാരണം എന്താ? ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളാ. പക്ഷെ ഈ കാര്യം അദ്ദേഹത്തിന്റെ സംസാരത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു എതിർപ്പും തോന്നാത്ത രീതിയിൽ നല്ല ഭാഷയിൽ ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞ കാര്യം തെറ്റാണ്, ഇനി മേലാൽ ഒരു സ്ഥലത്തും പറയരുത്, ഇതാണ് ഇതിന്റെ പ്രമാണം. ആ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെക്കാളും പ്രായമുള്ള ആളാ. നമ്മളെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അയാൾക്കൊരു വിഷമം ഉണ്ടാവാൻ പാടുമോ? ഒരിക്കലും പാടില്ല. ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ അടിസ്ഥാനം, നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് എഴുതി വാങ്ങി. ഇനി മേലാൽ ജീവിതത്തിൽ ഞാൻ എവിടെയും പറയില്ല എന്ന് പറഞ്ഞു. നോക്കൂ, ആ ധാരണ നമ്മളെ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? സത്യം വദ ധർമ്മം ചരാ സ്വാധ്യായ മാ പ്രമതിദ്രവ്യം എന്ന് പറഞ്ഞില്ലേ? നമ്മൾ പഠിക്കണം. നമ്മളെ സനാതന ധർമ്മം എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ബോധം നമുക്കുണ്ടാവണം. പല ആളുകളും അല്ലെ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ച മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നു. ആണോ? അതിന് പ്രമാണം പറയുന്നുണ്ട്, മനുസ്മൃതി ഉദ്ധരിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, സംസ്കൃതത്തിൽ പല വാക്കുകൾക്കും പല സന്ദർഭങ്ങളിലും പല അർത്ഥമാണ്. നോക്കൂ, മനുസ്മൃതി ഉദ്ധരിച്ചിട്ട് പറയുന്നു. എന്താ കാരണം? അതിൽ വരിയുണ്ട്, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. എന്താ പറയുന്നത്? സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. അതിന് 3 വരി അപ്പുറത്ത് വേറെ വരികളുണ്ട്, അത് പറയില്ല. പിന്നെയോ മനു പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഇതേ മനു എന്ന് പറഞ്ഞ മഹർഷിയാണ് പറഞ്ഞത്, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെയേ ഈശ്വരന്മാരെ സന്തോഷിക്കുള്ളൂ എന്ന്. നോക്കൂ, ആദ്യത്തെ വരി എന്താണ്? പിതാ രക്ഷതി കൗമാരെ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലത്ത് ആരാ സംരക്ഷിക്കുന്നത്? കുട്ടിക്ക് സംരക്ഷണം ആരാ? മാതാപിതാക്കളാണ്. യൗവനകാലത്തോ ഭർത്താ രക്ഷതി യൗവനെ. ഈ യൗവനകാലത്ത് കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കേണ്ട ആളാണ് ഭർത്താവ്. ഭർത്താവ് പറഞ്ഞ അർത്ഥം എന്താ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം, അല്ലേ? ഭരിക്കുന്നവൻ. ഭാര്യ പറഞ്ഞാലോ ഭരിക്കപ്പെടുന്നവൾ. ഞങ്ങളുടെ ഭരിക്കാൻ പറയട്ടെ അല്ലെ, എന്നെ ഭരിക്കാൻ പറയേണ്ട ഉദ്ദേശം ഉണ്ടാവും. അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. നമ്മള് കൃത്യമായിട്ട് പഠിച്ചതിന്റെ ഒക്കെ അർത്ഥതലം നമുക്ക് മനസ്സിലാവും. പിതാ രക്ഷതി കൗമാരെ പുത്രോ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യ എന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം വേറെ ഉദാഹരണം നിങ്ങൾ നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായ പുരുഷൻ ആരാ? രാഷ്ട്രപതിയാണ്, അല്ലേ? കേണൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ രാഷ്ട്രപതിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ നോക്കണം. ഇവിടെ കാക്കൂർ പ്രദേശത്തുള്ള ആളാണ് ഒരു രാഷ്ട്രപതി എന്ന് വിചാരിക്കാം. ഇവിടെ എന്തെങ്കിലും പരിപാടിക്ക് വന്നു, കൂടെ LP സ്കൂളോ നമ്മുടെ സ്കൂളോ പഠിച്ച ആളൊരു കടല വർക്കുണ്ട്, പോയിട്ട് കടല വാങ്ങി കഴിക്കാൻ പറ്റുമോ? കഴിക്കണമെങ്കിൽ ആര് ചെയ്യണം? പരിശോധിക്കണം. സുരക്ഷാ ഭടന്മാര് പരിശോധിക്കണം. അത് ഇയാൾക്ക് സ്വാതന്ത്ര്യം ഇല്ലായിട്ടാണോ? ആണോ? അല്ല, ഇദ്ദേഹം അത്രയും സംരക്ഷിക്കപ്പെടേണ്ട ആളായതുകൊണ്ടാണ്. ആ സംരക്ഷണം ഇവിടെ സ്ത്രീക്കും വേണം എന്നാണ് മനുവിന്റെ ആ വരിയുടെ അർത്ഥം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മന്ത്രങ്ങളിൽ ഏറ്റവും വലിയ മന്ത്രമാണെന്ത്? ഗായത്രി മന്ത്രമാണ്. ഏത് ലിംഗാണ്? പുല്ലിംഗ, സ്ത്രീലിംഗാണ്. നദികളുടെ പേര് നിങ്ങൾ നോക്കൂ. രമേശെന്നോ കുമാരെന്നോ കണാരെന്നോ നദിയുടെ പേരില്ല. ഗംഗേച്ച യമുനേ ശിവഗംഗ, യമുന, സരസ്വതി, പമ്പ, ഗോദാവരി ഒക്കെ ഏതാണ്? സ്ത്രീലിംഗത്തിലാണ്. സ്ത്രീകൾക്കാണ്. ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ച് നിൽക്കണമെങ്കിൽ ആരുടെ ശക്തി കൂടെ ഭഗവാൻ ആവശ്യമുണ്ട്? ലക്ഷ്മി ദേവിയുടെ ശക്തി കൂടെ ഉണ്ട്. ആരെ? ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടോ? ഉണ്ട്. എവിടെയാ? പീഠം ശക്തിയുടെ പ്രതീകമാണ് ക്ഷേത്രത്തിൽ. ഈ പീഠം ശക്തിയുടെ പ്രതീകമാണ്. ഈ ശക്തി, പുരുഷനും ശക്തിയും കൂടി ചേരുമ്പോഴാണ് അവിടെ പരിപൂർണമാകുന്നത് എന്നർത്ഥം. അപ്പം ഈ പാർവതി പരമേശ്വരന്മാരെ പോലെ കാളിദാസൻ ഗ്രന്ഥം രചിക്കുമ്പോൾ പറഞ്ഞില്ലേ, വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരവും വന്തേ പാർവതി പരമേശ്വരവും. വാക്കും അർത്ഥവും എത്രത്തോളമാണോ കൂടിച്ചേർന്നിരിക്കുന്നത്. ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ അർത്ഥം കേൾക്കുന്നവർക്ക് അന്നപ്പം മനസ്സിലാവണ്ടേ? വാക്ക് പറയുന്നു, പിന്നെ കുറച്ചതിന്റെ അർത്ഥം അപ്പുറത്ത് കൂടി വരികയല്ല. വാഗർത്ഥാവിവ സംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ. വാക്കിന് അർത്ഥത്തിൽ തമ്മിൽ എത്രത്തോളം പ്രതിബദ്ധതയുണ്ടോ അങ്ങനെ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ് ആര്?
ജഗത പിതരൗ വന്ദേ, ഈ ലോകത്തിന്റെ തന്നെ രക്ഷിതാക്കളായ പാർവതി പരമേശ്വരവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഈ സ്ത്രീ സങ്കല്പം, ഭാരതീയമായ നമ്മുടെ സ്ത്രീ സങ്കല്പം, ആ സങ്കല്പമാണ് നാലമ്പലത്തിനുള്ളിൽ സപ്തമാതൃക്കൾ. ആരാണ് സപ്തമാതൃക്കൾ? ബ്രഹ്മാണി, വൈഷ്ണവി, മാഹേശ്വരി, കൗമാരി എന്നൊക്കെ പറഞ്ഞ് അവിടെ 7 കല്ലുകൾ കാണാം. 7 അവിടെ വീരഭദ്രനും ഗണപതി അടക്കം 9 എണ്ണം ഉണ്ട്. പിന്നെ മാതൃക്കള്, ലോകമാതൃക്കള്, സർവമാതൃക്കൾ തുടങ്ങിയവരൊക്കെ പൂജിക്കുന്നു. അപ്പൊ ഇങ്ങനെ സകല ചരാചരങ്ങളെയും പൂജിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. നമ്മൾക്ക് എന്താ ഉള്ളത്? ഈ ഇത്രയും നേരം ഞാനിത് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ക്ഷേത്രം, നമ്മളെ സങ്കല്പം, നവീകരണം, പ്രതിഷ്ഠ ഒക്കെ പറഞ്ഞില്ലേ? ഇനി നമ്മൾക്ക് ഈ നവീകരണമൊക്കെ കഴിഞ്ഞു. നമ്മളെ പുരാണം, നമ്മളെ ശാസ്ത്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള വേദി വേണ്ടേ? അതിന് ട്യൂഷൻ സെന്ററൊന്നും ഇല്ല. എന്താ വേണ്ടത്? ക്ഷേത്രങ്ങൾ അതിന് മാതൃകയാവണം. ആ മാതൃക നമുക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ ഓണം എന്ന് പറഞ്ഞാൽ തെറ്റായ ധാരണ ഉണ്ടാവില്ല. ഭഗവാനെ കാണണമെങ്കിൽ നമ്മൾ എന്തൊക്കെ വേണം? നമുക്ക് ഈശ്വരനെ കാണാൻ. എങ്ങനെ നമ്മൾ ഈശ്വരനെ കാണുക? പടിയാറും കടന്നവിടെ ചൊല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. നമ്മൾ കേട്ടില്ലേ? ഏതാ 6 പടി? കോൺക്രീറ്റിന്റെ 6 പടിയല്ല. എന്താണ്? നരനായിങ്ങനെ ഒന്ന് ചൊല്ലിയോക്കൂ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകാവാരിതി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകേറ്റേടണം തിരുവൈക്കം വാഴും ശിവശംഭോ. അതിന്റെ അവസാനത്തെ വരിയിലല്ലേ പറയുന്നത്? വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ അലയുമ്പോൾ. അല്ലെ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഭഗവാനെ എങ്ങനെയൊക്കെ നമ്മൾ കാണുള്ളൂ? 6 പടികൾ കടന്നാലേ കാണുള്ളൂ. ആ 6 പടികൾ ഏതാ? 6 പടികള്? എന്താ? കാമക്രോധ മത ലോഭ മാത്സര്യാദികളായിരിക്കുന്ന ഈ വിചാരങ്ങൾ നമ്മൾ മാറ്റണം. അമിതമായിട്ട് ആഗ്രഹം, അത്യാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ കാണണമോ? ഇല്ല. ക്രോധം ഉണ്ടെങ്കിൽ അല്ലേ, ഈശ്വര എന്നോട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കൊടുക്കണേന്നൊന്നും പറഞ്ഞാൽ കാര്യമില്ല, ഒന്നുമില്ല അല്ലേ. നമ്മളെ മനസ്സിൽ നിഷ്കാമ ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ ആരിലേക്ക് എത്തുള്ളൂ? ആ ഭഗവാനിലേക്ക് എത്തുള്ളൂ. അതെത്താനുള്ള വഴിയാണ് ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ. ക്ഷേത്രങ്ങളും കാവുകളും എല്ലാം നമ്മൾ ആ പരമമായ തത്വത്തിലേക്ക്, ആ പരമമായ പരമാത്മാവിലേക്ക്, ഈശ്വരനിലേക്ക് എത്താൻ കുറെ വഴികളുണ്ട്. ഭഗവത്ഗീത ഒക്കെ വായിക്കാം, പുരാണങ്ങളൊക്കെ വായിക്കാം അല്ലെ. ജ്ഞാനമാർഗമുണ്ട് അല്ലെ. ഒരുപാട് നമ്മൾ അറിവുകൾ പഠിച്ച് നമുക്ക് നേടാം. കഠോപനിഷത്തിലെ യമനും നചികേതസും തമ്മിലുള്ള സംവാദത്തിൽ ഈ യമൻ നചികേതസിനോട് പറയുന്നുണ്ട്, അറിവ് നേടാൻ എന്താ വഴിയും ചോദിക്കുമ്പോൾ ഒരു ഒറ്റ വഴിയെ പറയുന്നുള്ളൂ. ആ വരികളാണ് വിവേകാനന്ദ സ്വാമികളൊക്കെ എടുത്തെടുത്ത് ഉദ്ധരിച്ചത്. എന്താ? ഉത്തിഷ്ഠത ജാഗ്രത, എഴുന്നേൽക്കൂ. എന്നിട്ടോ മേപ്പടെ നോക്കി നിൽക്കല്ല വേണ്ട. എന്താ വേണ്ടത്? ജാഗ്രത, ജാഗരൂകനാവൂ. എന്നിട്ടോ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത, അറിവുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പഠിക്കൂ. അല്ലാണ്ട് ഭഗവാൻ പോലും ഒരു അനുഗ്രഹം അങ്ങനെ കിട്ടിയത് കൊണ്ടൊന്നും നമുക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ പഠിക്കണം. എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ ഇവിടെ അവതരിച്ച മഹാപുരുഷന്മാർക്കൊക്കെ രമണ മഹർഷിയെ പോലത്തെ ആളുകള്, ചട്ടമ്പി സ്വാമിയെ പോലത്തെ ആളുകള്, വിവേകാനന്ദ സ്വാമിയെ പോലത്തെ ആളുകള്, ശ്രീനാരായണ ഗുരുദേവനെ പോലത്തെ അനവധി ആളുകൾ വന്നിട്ട് എന്താ ചെയ്തത്? അനുഗ്രഹിച്ചത് മാത്ര അല്ല, അവര് പഠിച്ചു, ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ശരിയല്ലേ? ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകി. ഈ അറിവ് പകർന്നു നൽകാനുള്ള വേദികൾ നമ്മൾക്ക് വേണ്ടേ? ഓരോ ക്ഷേത്രങ്ങൾ വഴി അറിവുകൾ പകർന്നു നൽകാൻ നമുക്ക് സാധിക്കണം. അപ്പം ഇവിടെ നടക്കുന്ന നവീകരണ കലശം, പുനഃപ്രതിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാവരും തനുമന ധന സമർപ്പണ മനോഭാവത്തോടു കൂടി സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ, നവീകരണ കലശം, പുനഃപ്രതിഷ്ഠയും ഭംഗിയാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിന് പ്രയത്നിക്കണം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ അജ്ഞാനം മാറാൻ ഒരു കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ തെറ്റായി പോകുന്നു തോന്നുന്നു. നമ്മളെ സമൂഹത്തിന് പറ്റിയ അബദ്ധം എന്താ അറിയോ? സംസ്കൃതം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ത് പഠിച്ചിട്ടില്ല? സംസ്കൃതം പഠിച്ചിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ ഈ സംസ്കൃതം ഈ ബ്രാഹ്മണന്മാര് മാത്രം പഠിക്കുന്ന ഭാഷ അല്ല, അവരുടെ ഭാഷ ഇവരുടെ ഭാഷ, ബ്രാഹ്മണ ഒന്നുമല്ല. സംസ്കൃതം എല്ലാവർക്കും പഠിക്കണം. നമ്മൾ പഠിക്കണം. വേദവ്യാസം അല്ലേ, നമ്മൾ ഈ വേദങ്ങൾ 4 പകത്തില്ലേ? ഇവരെല്ലാവരും ബ്രാഹ്മണരായിട്ടാ? അല്ല. മുക്കുവ സ്ത്രീക്കുണ്ടായ കുട്ടിയാണ് ആര്? വേദവ്യാസര്. നമ്മൾ അവരെന്താ പറയുന്നത്? വേദവ്യാസ മഹർഷി എന്നാണ്. അറിവ് നേടാൻ നമുക്ക് അങ്ങനെ ഒരു വിഷയമുണ്ടോ?
ഇല്ല. അപ്പൊ സംസ്കൃതം പഠിക്കണം. ഭാരതീയ പുരാണങ്ങളും ഇതിഹാസങ്ങളും ക്ഷേത്രങ്ങളും സങ്കല്പങ്ങളും നമ്മളെ ജീവിത രീതികളും ഷോഡശ സംസ്കാരങ്ങളും എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇനിയെങ്കിലും നമ്മൾക്ക് അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ എന്ത് ചെയ്യുക, സ്കൂളിൽ ചേർക്കുമ്പോൾ 1ാം ഭാഷ സംസ്കൃതം എടുപ്പിക്കും. നിങ്ങൾ 1ാം ഭാഷ സംസ്കൃതം എടുപ്പിച്ചോളൂ, ഒരു സംശയവുമില്ല. ആ സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, ഈ ലഹരിയുടെ ആധിക്യം കൊണ്ട് സ്വന്തം അമ്മയെ വെട്ടിക്കൊന്ന കുട്ടിയെ കുറിച്ച്, ഈങ്ങാപ്പുഴയുള്ള കുട്ടിയെ കുറിച്ച് വാർത്ത നമ്മൾ കേട്ടു. എന്നാൽ 9ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന സംസ്കൃതം പഠിപ്പിക്കുന്ന കേരള ഗവൺമെന്റിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ശങ്കരാചാര്യ സ്വാമികളുടെ മാതൃപഞ്ചകാണ് അവിടെ കുട്ടിക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഈ കേരളത്തിൽ എന്താണത്? അസ്താം താവതീയം പ്രസൂതി സമയെ ദുർവാര ശൂലഭ്യത എന്ന് തുടങ്ങിയ ആ ശങ്കരന്റെ അമ്മയെ സ്തുതിക്കുന്ന ശ്ലോകമാണ്. ഈ ശ്ലോകം ചെല്ലുമ്പോൾ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുറ്റി വീഴുകയാണ്. ആ ഒരു തരത്തിലേക്ക് സംസ്കൃതം പഠിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ മനോഭാവം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെന്താ വേണ്ടത്? ഈ അമ്മ ആരാണ്, മാതൃസങ്കല്പം എന്താന്നൊക്കെ എനിക്ക് ജന്മം തരുന്ന സമയത്ത് അമ്മ ശൂലം തറയ്ക്കുന്ന വേദനയോടുകൂടി അമ്മ എനിക്ക് ജന്മം നൽകിയില്ലേ? പിന്നെയോ ഗർഭകാലത്തുണ്ടായ വിഷമങ്ങള്, രുചിയില്ല, ആ രുചിയില്ലാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മയുടെ ശരീരം ശോഷണം, ശരീരം ശോഷിച്ചു പോയില്ലേ അമ്മേ? ഇതൊക്കെ ഞാൻ കാരണല്ലേ? ഇതിനമ്മയ്ക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യാ? ഒരു പ്രത്യുപകാരം ചെയ്താൽ നമുക്ക് അതിനോളാവോ? അതിനോളം ആവില്ല. അമ്മയെ നമസ്കരിക്കുക. ഉള്ള കാലം അമ്മയെ നല്ലോണം അമ്മയോട് മറ്റു ഈ ഖുറാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആദ്യം നീ ആരോടാ കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ നബി സല്ലല്ലാഹു പറയുന്നുണ്ട്. അതിലെന്താണ്? മാതാവിനോട് എന്ന് പറയുന്നുണ്ട്. പിന്നെയും ചോദിക്കുന്നു മാതാവിനോട്, പിന്നെയും മാതാവിനോട്, വീണ്ടുമാണ് പിതാവിനോട് എന്ന് പറയുന്നത്. സകല മതങ്ങളിലും ആദ്യ സ്ഥാനം ആർക്കാണ്? മാതാവിനാണ്. ഇത്തരം സാങ്കല്പിക ഇത്തരത്തിലുള്ള ബോധം ഉദ്ബോധം നമ്മുടെ സമൂഹത്തിന് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായ ഭാഷ നമ്മൾ പഠിക്കണം. വേണ്ടേ? നാമം ജപിക്കുന്നതിന്റെ അർത്ഥം, ഭഗവത്ഗീത പാഠം ചെല്ലുന്നതിന്റെ അർത്ഥം, നാരായണീയം ജപിക്കുന്നതിന്റെ അർത്ഥം, ഇതൊക്കെ ഈ സംസ്കൃത ഭാഷയിലാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം ഉറങ്ങിക്കിടക്കുന്നത്. അല്ലെങ്കിൽ ഉള്ള ഒരു സംശയവുമില്ല. ശംനോ വരുണഹ എന്ന് ഇന്ത്യൻ ആർമിയുടെ നാവികസേനയുടെ ആപ്തവാക്യം സംസ്കൃതത്തിലാണ്. നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം വരുണദേവൻ എന്തിന്റെ അതിദേവനാണ്? ജലത്തിന്റെ അതിദേവനാണ്. ആ പട്ടാളക്കാരുടെ ആപ്തവാക്യാണ് നാവികസേനയുടെ. എന്താണ്? ശംനോ വരുണഹ, വരുണദേവൻ നമുക്ക് മംഗളം നൽകട്ടെ. വ്യോമസേനയുടെ നവസ്പൃശം ദീപ്തം, ഇതൊക്കെ സംസ്കൃത വേദാംഗങ്ങളിലുള്ള വാക്കുകളാണ്. ശബരിമല പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ തത്വമസി? നമ്മൾ കഷ്ടപ്പെട്ട് പോയിട്ട് കാണുന്നത് ഭഗവാൻ അവിടെ നമ്മളോട് പറയാണ്, അത് നീ തന്നെയാണ് അല്ലെ? ഈ ചൈതന്യം നിന്നിലുണ്ട്. ആ ബോധം നമുക്ക് ഉണ്ടാവണം. അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ തുടങ്ങിയ അനവധി കാര്യങ്ങളുണ്ട്. ഈ തത്വങ്ങളിലൊക്കെ പെട്ടെന്ന് സാധാരണക്കാരായി നമ്മൾക്ക് എത്താൻ സാധിക്കില്ല. ആ എത്താനുള്ള വഴിയാണ് ക്ഷേത്രങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ വഴി നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കി കൊടുക്കണം. അപ്പൊ അതിനുള്ള കൂടി ആവട്ടെ ഈ നവീകരണ കലശം പുനഃപ്രതിഷ്ഠയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിഹാസ പുരാണങ്ങള്, ഭാരതീയ സംസ്കാരങ്ങള്, സനാതന ധർമ്മം എന്താണ് എന്നുള്ള ബോധം കൂടി നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊക്കെ വേദി ഉണ്ടാവട്ടെ. ഇത്രയും നേരം ഇവിടെ ഇങ്ങനൊരു നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും തുടങ്ങിയ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ, ഇങ്ങനെ അല്പം വിഷയങ്ങൾ പങ്കുവെക്കാൻ കിട്ടിയ അവസരം ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ മാത്രമാണെന്ന് ഇവിടെ ഓർക്കുകയാണ്. അതേപോലെ എൻ്റെ സംസാരത്തിൽ, എൻ്റെ നോട്ടത്തിലോ ഭാവത്തിലോ എൻ്റെ ശൈലിയിലോ ആർക്കെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ മാത്രം ഒരു പിഴവായിട്ട് കണക്കാക്കുക. അതിന് മാപ്പ് ചോദിക്കുകയാണ്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തോന്നിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാവട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹി മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം.